ആ മുഖങ്ങൾ നീട്ടാതെ നേരെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. വചനം കേൾക്കുമ്പോൾ അഥവാ ദൈവവചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ നമ്മുടെ മനോഭാവം, നമ്മുടെ തോന്നലുകൾ, നമ്മൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഹൃദയം അറിയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കുമെന്ന് നമുക്ക് തോന്നാൻ തുടങ്ങിയാൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിക്കും. നമുക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ എന്തിനാണ് വചനം ശുശ്രൂഷിക്കുന്നത്? വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ, എഴുത്തുകാരിലൂടെ എഴുതിച്ച ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ കർത്തൃദാസന്മാർ വളരെ ചെലവ് കഴിച്ച് മനോഹരമായി ഇങ്ങനെ ക്രമീകരണങ്ങൾ ചെയ്ത് ആണ്ടുതോറും ഇങ്ങനെ വചനം പ്രസംഗിക്കാനും അവസരം ഉളവാക്കുന്നത് എന്തിനാണ്? ആളുകളുടെ അകത്ത് ദൈവിക സത്യങ്ങളെക്കുറിച്ചുള്ളൊരു ബോധം വരുത്താനാണ്. ആ തോന്നൽ നമ്മുടെ അകത്തുണ്ടായാൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാനിടയായിത്തീരും. അതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം, എന്നിട്ട് വാക്യം വായിക്കാം. യേശുക്രിസ്തു സക്കായിയുടെ വീട്ടിൽ ചെന്നൊരു സംഭവം ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. സക്കായിയുടെ വീട്ടിൽ, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിനകത്താണ്. നേരത്തെ കാലെ കൂട്ടി പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാം അല്ല സക്കായിയുടെ വീട്ടിൽ നടന്നത്. ഇപ്പം ഇവിടെ നടക്കുന്നതും ഞാനിവിടെ വന്നതും മാസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത് ഡയറിയിൽ എഴുതി നോട്ടീസിൽ പേര് വെച്ച് നിങ്ങളെയൊക്കെ അറിയിച്ച് അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് ഊരമ്പിൽ ഇന്ന് ഞാനിവിടെ എത്തിയത്, നമ്മളിപ്പോൾ വന്നത്. പക്ഷേ സക്കായിയുടെ വീട്ടിൽ യേശു വന്നത് നേരത്തെ നോട്ടീസ് അടിച്ചിട്ടല്ല, വാൾ പോസ്റ്റ് അടിച്ചിട്ടല്ല, നേരത്തെ ആരും ക്ഷണിച്ചിട്ടല്ല. ഒറ്റ കാര്യം കൊണ്ടാണ് സക്കായിക്ക് യേശുവിനെ കാണണമെന്നൊരാഗ്രഹം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പറയാം, യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ സ്തോത്രം, അവരിന്ന് രാത്രി ഇവിടെ വന്നില്ലെങ്കിലും ഓൺലൈനിലൂടെയോ ടി വിയിലൂടെയോ ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് കണ്ടാലും നിങ്ങളുടെ മനസ്സിനകത്ത് കർത്താവിനെ ഒന്ന് ആഗ്രഹിച്ചാൽ അവരുടെ വീട്ടിൽ യേശു എത്തും, അവരുടെ അടുക്കൽ യേശു എത്തും. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരു പ്രവാചകൻ എത്തുന്നതിനേക്കാൾ അഖിലാണ്ടത്തിന്റെ ഉടയവനായ, സൗഖ്യദായകനായ, വിടുവിക്കുന്നവനായ കർത്താവായ യേശു എൻ്റെ വീട്ടിലെത്തിയാൽ, എൻ്റെ നാട്ടിലെത്തിയാൽ, എൻ്റെ ജീവിതത്തിലെത്തിയാൽ എൻ്റെ ജീവിതത്തിന്റെ നിലവാരങ്ങളെ മാറുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിന്റെ അടുക്കലെത്താൻ വേണ്ടത് കർത്താവിനോടൊരു ആഗ്രഹമാണ്. ആഗ്രഹം അകത്തുണ്ടെങ്കിൽ യേശു നമ്മുടെ അടുക്കലെത്തും. ഹല്ലേലൂയ. സാധാരണ അന്നത്തെ സ്ഥിതി അനുസരിച്ച് ദൈവദാസന്മാർക്കും വേദപുസ്തകം അറിയാവുന്നവർക്ക് അറിയാം, ചുങ്കം പിരിക്കുന്നവരെ ആളുകൾ വെറുക്കുന്നവരാണ്. അവരെക്കുറിച്ച് ആളുകളുടെ ഹൃദയത്തിനകത്ത് നല്ല ചിന്തയല്ല. സഖായി ഒരു ചുങ്കം പിരിവുകാരനായിരുന്നു. ആളുകളുടെ ദൃഷ്ടിയിൽ സ്തോത്രം നല്ല അഭിപ്രായമില്ലാത്ത, അവൻ്റെ വീട്ടിലേക്ക് ആരും അങ്ങനെ ചെല്ലാറില്ല. സ്തോത്രം, അതിഥികളായിട്ട് ആരും ചെല്ലാൻ സാധ്യതയില്ലെന്നാണ് വേദപുസ്തക വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഇന്ന് രാത്രികാലം ആരും ചെല്ലാനില്ലാത്തവൻ്റെ വീട്ടിലേക്ക് വരാൻ മനസ്സുള്ളൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് സ്നേഹിതർ അകന്നു നിൽക്കുന്നെങ്കിൽ, നിങ്ങളുടെ വീട് ശൂന്യമായി കിടക്കുന്നെങ്കിൽ, ഒറ്റപ്പെട്ട് കിടക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി എൻ്റെ പ്രസംഗം കഴിയുന്നതിനേക്കാൾ മുമ്പ് യേശു നിങ്ങളുടെ അടുക്കൽ വരട്ടെ. കർത്താവ് നിങ്ങളുടെ വീട്ടിൽ കയറട്ടെ. ആദ്യമായിട്ട് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ യോഗം നടത്തുന്നതിൻ്റെ പ്രത്യേക ഉദ്ദേശം മറ്റൊന്നുമില്ല. എല്ലാ വീട്ടിലും യേശു എത്തണം, എല്ലാ ഹൃദയത്തിലും യേശു എത്തണം. എത്ര പേര് ഇന്ന് രാത്രികാലം എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനുണ്ട്? കർത്താവേ, ഞങ്ങൾ ഈ യോഗം ഈ വർഷം നടത്തുന്നതിൻ്റെ ഉദ്ദേശം ഒരുപാട് പേരുടെ വീട്ടിൽ യേശു എത്താനിടയാകണം. കർത്താവ് കയറിയ വീടുകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. നിങ്ങൾക്കറിയാവുന്ന സംഭവമാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവദിനത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. സഖായി സ്തോത്രം, യേശുവിനെ കാണാൻ ശ്രമിച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ട് കാണാൻ പറ്റിയില്ല. അയാൾ മുന്നോട്ട് ഓടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. സ്തോത്രം. അപ്പോൾ യേശു ആ വഴി വന്നിട്ട് ആ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ വന്നിട്ട് സഖായിയെ വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു, സഖായി വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്നോടുകൂടെ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഒരു ദൂതോടെ പറയാം, കാണാൻ ആഗ്രഹിച്ചാൽ അവൻ്റെ കൂടെ പാർക്കാൻ മനസ്സുള്ളവനാ കർത്താവ്. ഇന്ന് രാത്രി നമ്മളിൽ പലർക്കും തിരക്കായിരിക്കും, പല കാര്യങ്ങൾ പറഞ്ഞ് ബിസി ആകാം. സ്തോത്രം, വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സ്തോത്രം ഹല്ലേലൂയ അവധി പറഞ്ഞ് മാറ്റി വെച്ചേക്കാം. ഒരു ദിവസം താമസിക്കാമോ എന്ന് ചോദിച്ചാൽ ഒട്ടും സമയം കാണിയല്ല. സ്തോത്രം. എന്നാൽ കർത്താവ് ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആരും വരാനില്ലാത്തവൻ്റെ വീട്ടിൽ വന്ന് പാർക്കാൻ, നിന്റെ കുടുംബത്തിൽ കയറാൻ, നിന്നോടുകൂടെ ആയിരിക്കാൻ
മനസ്സുള്ള കർത്താവിനെ ഇന്ന് രാത്രികാലം എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അവരിന്ന് രാത്രി ആത്മാവിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കണം. ഞാനിവിടെ വന്നത് പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ അപ്പുറം, എൻ്റെ ദൈവമേ, കർത്തൃദാസന്മാരെ കാണുന്നതിനേക്കാൾ അപ്പുറം എൻ്റെ കർത്താവിൻ്റെ വീട്ടിലെത്തിയാൽ എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതിഗതികളെ മാറ്റം വരുത്തുമെന്നും എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുമെന്നും വിശ്വസിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രേരണയ്ക്ക് തക്കവണ്ണം ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. സക്കായിയുടെ വീട്ടിൽ യേശു ചെന്നു. യേശു ചെന്നപ്പോൾ യേശു ക്രിസ്തു സ്തോത്രം സക്കായിയുടെ വീട്ടിൽ ദൈവരാജ്യം സംബന്ധമായി സംസാരിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, വായിക്കുന്നത്. ദൈവരാജ്യം സംസാരിച്ചു. എന്താ അങ്ങനെ പറയാൻ കാരണം? 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ കാണുന്നത് ഇപ്രകാരമായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 19:11 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. 11 അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിന് സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്നവർക്ക് തോന്നുകയാലും അവനൊരു ഉപമ കൂടി പറഞ്ഞതെന്തെന്നാൽ, ശ്രദ്ധിച്ചു കേൾക്കുക, എന്നിട്ട് നമുക്ക് വചനത്തിലേക്ക് കിടക്കാം. സഖായുടെ വീട്ടിൽ കുറച്ചാളുകൾ ഒന്നിച്ചുകൂടി. അവരോട് യേശുക്രിസ്തു ദൈവരാജ്യ സംബന്ധമായ വിഷയങ്ങൾ പറഞ്ഞു. ദൈവരാജ്യം. യേശുക്രിസ്തുവിന്റെ പ്രസംഗ വിഷയം രോഗസൗഖ്യമല്ലായിരുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പ്രസംഗ വിഷയം ദൈവരാജ്യമായിരുന്നു. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു സ്തോത്ര നാട്ടിലൂടെ നടന്നതെന്നാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ പ്രസംഗ വിഷയം എന്താ? മുകളിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ നോക്കിയാൽ കാണാൻ കഴിയുന്നു. ഇന്ന് ഈ വീടിന് രക്ഷ വന്നു, കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവിടെ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം, ഈ വീടിന് രക്ഷ വന്നു. സ്തോത്രം. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനാ വന്നത് എന്ന് ശ്രദ്ധിച്ചു കേൾക്കുന്നവർക്കായി പറയാം. ദൈവരാജ്യത്തിന്റെ ഉള്ളടക്കം നഷ്ടപ്പെട്ട ചിലതിനെ തിരിച്ചു പിടിക്കണം. ദൈവരാജ്യത്തിന്റെ ഉള്ളടക്കം സകല വീടിനും രക്ഷ വരണം. ഈ രാത്രികാലം ഞങ്ങളുടെ പ്രസംഗ വിഷയം ദൈവരാജ്യമാണ്. ഇതൊരു മതപ്രസംഗമല്ല, പിന്നെയോ ഇത് സുവിശേഷ പ്രസംഗമാണ്. സുവിശേഷ പ്രസംഗത്തിന്റെ ഉള്ളടക്കം ദൈവരാജ്യമാണ്. ദൈവരാജ്യം എന്ന വിഷയത്തിന്റെ അന്തർലീനമായിരിക്കുന്ന കാര്യം എല്ലാ കുടുംബവും നശിച്ചു പോകണമെന്നല്ല, എല്ലാ കുടുംബവും, എല്ലാ വീടും, എല്ലാ ഭവനത്തിനും രക്ഷ വരണം. കാണാതെ പോയ ചിലതിനെ തിരിച്ചു കിട്ടണം. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞിരുന്നു. ദൈവത്തിന് കാണാതെ പോയ ചിലരെ ഈ വശത്തെ കൺവെൻഷൻ, ഈ വശത്തെ ഈ അനുഗ്രഹീത യോഗം കഴിയുമ്പോഴേക്കും സ്തോത്രം കാണാതെ പോയ, നാട്ടിൽ നിന്ന് കാണാതെ പോയതല്ല, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് അന്യപ്പെട്ടു പോയ ചിലരെ യേശുക്രിസ്തു മടക്കി വരുത്തുമെന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ അകത്തൊരു പ്രേരണ കിട്ടുകയാൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ ഭവനമായിരിക്കുന്ന ദൈവത്തിന്റെ സഭയ്ക്ക് അകത്തേക്ക് ചിലരെ ദൈവം കൂട്ടി വരുത്തുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തിരുന്ന് സ്തോത്രത്തോടെ, ശക്തിയോടെ, സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റ് എത്ര ദൈവദാസന്മാർ വിശ്വസിക്കുന്നുണ്ട്? ദൈവരാജ്യം വെളിപ്പെടാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ചിലരെ തിരിച്ചു കിട്ടാൻ പോകുകയാണ്, ചില കുടുംബങ്ങൾ രക്ഷപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും രോഗത്തിനും ശാപത്തിനും അടിമപ്പെട്ട കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം വിശ്വസിച്ച് സ്തോത്രം ചെയ്യാൻ ദൈവമക്കൾ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് മടക്കി വരുത്തും. കരമടിച്ചോ കരമുയർത്തിയോ ശക്തിയോടെ ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്ന ദൈവമക്കൾ ഈ യോഗത്തിന്റെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ദിവസം രാത്രി വിശ്വസിച്ചുകൊണ്ട് പറ, ചിലരെ ദൈവം മടക്കി വരുത്തും. കാണാതെ പോയ ചിലരെ തിരിച്ചു കിട്ടും. ദൈവരാജ്യം നിമിത്തം ചില കുടുംബങ്ങൾ രക്ഷപ്പെടും. ഇവിടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ഇവിടെ ഭാരങ്ങൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ. ദൈവരാജ്യത്തിന്റെ പ്രസംഗം കേൾക്കാൻ വന്ന ദൈവമക്കൾ ഇന്ന് രാത്രി നിങ്ങളുടെ കടം മാറുന്ന, നിങ്ങളുടെ രോഗം മാറുന്ന, നിങ്ങളുടെ ശാപം മാറുന്ന, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന, അവർക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു വലിയ ദിവസമായി ഈ യോഗത്തിന്റെ 10ാമത് രാത്രിയെ തീർക്കാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രികാലം, കർത്താവേ, എന്റെ വീട്ടിലേക്ക് ദൈവരാജ്യത്തിന്റെ ശക്തി, വിടുതലിന്റെ ശക്തി ഇന്ന് രാത്രി അയക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ കരമടിക്കുന്ന കൂടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ആത്മനിറവിൽ അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ദൈവമക്കൾ എല്ലാവരും അല്പസമയത്തേക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഞാൻ പറയുന്നത് കൊണ്ടല്ല കരമടിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സന്തോഷമുണ്ടെങ്കിൽ പണി തീരാത്ത വീടിന്റെ പണികൾ തീരാൻ
സ്വത്ര സങ്കടങ്ങൾ മാറാൻ, എന്നും രോഗവും എന്നും കഷ്ടവും എന്നും പ്രയാസവുമായി കിടക്കുന്ന ചില കുടുംബങ്ങളിൽ ഇന്ന് രാത്രി വിടുതൽ വ്യാപരിപ്പാൻ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ ഒരുമിച്ച് സ്തോത്രത്തോടെ, ശക്തിയോടെ, കൃപയോടെ, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ദൈവരാജ്യം പ്രസംഗിക്കപ്പെട്ടിടത്തെല്ലാം വീടുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അനേക ആളുകൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. ഈ രാത്രി ഇവിടെ നടക്കുന്നത് അങ്ങനെ ഒരു സംഭവമാക്കി മാറ്റാൻ. പത്താമത്തെ രാത്രിയിലെ പ്രത്യേകത, ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ചിലരെ മാറ്റിയെടുക്കുക, ചിലരെ തേടിപ്പിടിക്കുക. അടുത്ത കൊല്ലം നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ചിലര് ഈ യോഗത്തിന് മുൻനിരയിൽ നിൽക്കാൻ, അവർ നിങ്ങളോട് തോളോട് ചേർന്ന് നിൽക്കാൻ, നിങ്ങളുടെ സഭയോട് ചേർന്ന് നിൽക്കാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിക്കാലം എന്ത് പറയുന്നു അത് വിശ്വസിക്കണം, എങ്കിലേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റംശബദന ഹടകരഗക്ഷസ്യ. 11ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ വായിച്ചപ്പോൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്. അവരിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ യെരൂശലേമിനെ സമീപിച്ചിരിക്കാനും. അടുത്ത വാക്യം, ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും. അപ്പൊ കേൾവിക്കാർക്ക് എന്ത് തോന്നി? യേശുക്രിസ്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. കേൾവിക്കാർക്ക് തോന്നിയത് ഈ പറയുന്ന കാര്യമൊന്നും ഈ ആയുസ്സിൽ നടക്കത്തില്ലെന്നല്ല, ഈ പറയുന്ന കാര്യം ക്ഷണത്തിൽ ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ വെളിപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. 1-2 വാക്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആളുകളെ ചിലരെ ദൈവമായ കർത്താവ് കരങ്ങളിലെടുക്കാൻ പോകുകയാണ്. ഇവിടെ ഇരിക്കുന്ന ചിലരെ ദൈവം ഈ കൊല്ലം ഉപയോഗിക്കാൻ പോകുകയാണ്. അത് എൻ്റെ ആയുസ്സിൽ നടക്കത്തില്ലെന്നല്ല, അതെൻ്റെ ജീവിതത്തിൽ ക്ഷണത്തിൽ നടക്കുമെന്ന്. ഈ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ്, ഫെബ്രുവരി മാസം 5-ാം തീയതി മറ്റേ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് സ്വർഗത്തിലെ ദൈവം ഇത് നിറവേറ്റുമെന്ന് വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഇന്ന് രാത്രിക്കാലം കേൾക്കാൻ പോകുന്ന കാര്യം സംഭവിക്കുമെന്ന്. സംഭവിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ഇവിടെ പറയില്ല. സംഭവിക്കാനിരിക്കുന്ന കാര്യം മാത്രമേ പറയത്തുള്ളൂ. വേദപുസ്തകത്തിനകത്ത് കള്ളത്തരങ്ങളില്ല, അതിശയോക്തിയില്ല. സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ ദൈവരാജ്യത്തിനകത്തുള്ളൂ. ഹല്ലേലൂയ. രക്തത്താലെ ജയം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വിശ്വസിക്കണം, എന്തു പറഞ്ഞാലും അത് ഞങ്ങളുടെ സഭയിൽ സംഭവിക്കും. എത്ര പേര് സ്തോത്രം ചെയ്തുകൊണ്ട് കേൾക്കും? എന്ത് പറഞ്ഞാലും അത് ഞങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. എന്നാൽ ഞങ്ങളുടെ മക്കളുടെ കാലത്തല്ല, ക്ഷണത്തിൽ സംഭവിക്കും. പണ്ട് ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി യേശുക്രിസ്തു ലാസറിന്റെ വീട്ടിൽ വരിക, അല്പം താമസിച്ചാ വന്നതെങ്കിലും വരികയാ. വന്നപ്പോൾ സ്തോത്രം മാർത്ത ഓടിച്ചെന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്തോത്രം എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. യേശു പറഞ്ഞില്ല, നീ വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞു, ഉവ്വ കർത്താവേ, അത് ഇപ്പോഴൊന്നും അല്ല, അത് അന്ത്യകാഹളത്തിങ്കൽ അവസാന നാളിലെന്ന്. യേശു പറഞ്ഞ അല്ല, അത് ഇന്ന് സംഭവിക്കും. ഇന്ന് രാത്രി ഇവിടെ പറയുന്ന കാര്യം 5 കൊല്ലം കഴിഞ്ഞിട്ടല്ല. നിങ്ങൾ മാർത്തയാകരുത്, ഇന്ന് സംഭവിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? മാർത്തയുടെ വിശ്വാസമല്ല, ഊരമ്പിൽ നടക്കുന്ന കൺവെൻഷനിൽ ഇന്ന് രാത്രി നിങ്ങൾക്കുണ്ടാകേണ്ടത് ഈ രാത്രി പറയുന്ന കാര്യം ഇന്ന് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അവർ ഈ രാത്രിക്കാലം ഇരിക്കുന്നത് മറന്ന് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രകടമായ ഭാവം ആത്മാവിൽ നിന്ന് പ്രദർശിപ്പിക്കാൻ പറ്റുമെങ്കിൽ പ്രദർശിപ്പിക്കുക. ഈ രാത്രി പറയുന്ന കാര്യം ഇന്ന് രാത്രി സംഭവിക്കും. പോരാ പോരാ, വിശ്വാസത്തോടെ പറ, കർത്താവേ, ഈ രാത്രി പറയുന്നത് എന്താണോ അത് വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് തരണം. വിശ്വസിക്കുക മാത്രമല്ല, വിശ്വസിക്കുന്ന കാര്യം ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കണം. കല്ലറകൾ പൊളിയണം, കല്ലുകൾ ഉരുണ്ട് മാറണം, ചീഞ്ഞ വിഷയങ്ങൾക്ക് മാറ്റം വരണം. 5 കൊല്ലം കഴിഞ്ഞിട്ടല്ല, യോഗം തീർന്നിട്ടല്ല, 2025-ലല്ല, ഇന്ന് രാത്രിക്കാലം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ കരമടിക്കും. നിങ്ങൾ ശക്തമായി കരമടിക്കണം. എന്ത് ചെയ്താലും ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദേശത്തിന്റെ മധ്യത്തിൽ ആത്മശക്തിയോടെ ഇന്ന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് രാത്രി ദൈവം വെളിപ്പെടുത്തും. ഈ യോഗത്തിൽ ചിലത് സംഭവിക്കാം.
രക്തം ജയം റംഷഹദുന ഹഡഗമനഹദിയാര ഹംദറബേദിയാനഗചസിയ അർതുന രഗൽകന ഹഡഗദഗച ശംദനദിയാന. യേശുവിന്റെ നാമത്തിൽ ഈ യോഗം ഇന്ന് രാത്രി ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് ചില രോഗികൾ സൗഖ്യമാകും, ചില കുഞ്ഞുങ്ങൾക്ക് നന്മ വരും, ചില അമ്മമാരുടെ കണ്ണുനീര് തുടയ്ക്കപ്പെടും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പരിഹാരമാകും, നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിച്ചതിന് ഈ പന്തലിന് കീഴെ മറുപടി വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സക്കറിയാവും എലിസബത്തും വീട്ടിലാണ് പ്രാർത്ഥിച്ചത്, പക്ഷെ അതിന്റെ മറുപടി വന്നത് ദൈവാലയത്തിലാണ്. ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിലിരുന്ന് ഉപവസിച്ച വിഷയത്തിന് ഈ അനുഗ്രഹീത കൺവെൻഷൻ പന്തലിന് കീഴെ എന്റെ ദൈവം മറുപടിയുമായി വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇരട്ടി ശക്തി പകരണമേ. ഇന്നലത്തേക്കാൾ ഇരട്ടി ശക്തി, ഇന്നലെ വരെ ഉള്ളതിനേക്കാൾ അധിക ബലം ഇന്ന് രാത്രി പകരണമേ. എല്ലാവരുടെ ദുഃഖം മാറണമേ. ഇന്ന് രാത്രി എല്ലാവരും വിശ്വസിക്കട്ടെ, എനിക്കത് കിട്ടും, ഇന്നത് സംഭവിക്കും. ഇന്ന് രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ കർത്താവ് അത് ചെയ്യും. ഈ ദിവസങ്ങളിൽ യോഗം നടക്കുമ്പോൾ ക്ഷണത്തിൽ സംഭവിക്കും. അത് പറഞ്ഞോണ്ടെന്ന് സ്തോത്രം ചെയ്തേ. എൻ്റെ കുഞ്ഞിൻ്റെ ജോലി ക്ഷണത്തിൽ സംഭവിക്കും. നഷ്ടപ്പെട്ട ആ നന്മ ക്ഷണത്തിൽ തിരിച്ചു കിട്ടും. നിങ്ങൾ കൊടുത്തിട്ട് തിരിച്ചു തരാത്ത പണം യേശുവിന്റെ നാമത്തിൽ ഇനി താമസിക്കത്തില്ല, ക്ഷണത്തിൽ അത് തിരിച്ചു കിട്ടും. സ്തോത്രം. വിവാഹം കഴിഞ്ഞിട്ട് തലമുറകൾ ഇല്ലാത്തവർക്ക് മക്കളെ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല, ക്ഷണത്തിൽ ദൈവം അത് ചെയ്യും. നിങ്ങളുടെ മോളുടെ വിവാഹം അധികം താമസിക്കത്തില്ല, ക്ഷണത്തിൽ സംഭവിക്കും. വേറെ പുസ്തകം എന്നോട് പറയാൻ ഇന്ന് രാത്രി പറയുന്നു, ഈ രാത്രി നിന്നെ പ്രസംഗിക്കാൻ വിട്ടത് അന്ത്യകാലത്ത് സംഭവിക്കേണ്ട അവസാന ദിവസങ്ങൾ സംഭവിക്കേണ്ട കാര്യം പറയാനല്ല. കരഞ്ഞോണ്ട് യോഗത്തിൽ വന്ന്, ഞെരുങ്ങിക്കൊണ്ട് യോഗത്തിൽ വന്ന് എന്റെ ജനത്തിന്റെ മേൽ ക്ഷണത്തിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നിറവേറാനാണ് സ്വർഗം ഇന്ന് രാത്രി നമ്മളെ ഇവിടെ വരുത്തിയത്. അല്ലയോ കർത്തൃദാസന്മാരെ, നമ്മളെ ഇവിടെ വരുത്തിയത്, ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത് ചില കാര്യങ്ങൾ ക്ഷണത്തിൽ സംഭവിക്കണം. യെസ്. കരമടിക്കുന്ന കൂടെ ഞാൻ ആത്മാവിൽ പറയാം, വേദപുസ്തകത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന്, അവസാന ദിവസങ്ങളിൽ സംഭവിക്കേണ്ടത്. യേശുക്രിസ്തു മടങ്ങി വരും. അത് ഇന്നോ നാളെയോ നമുക്കറിയില്ല, എന്നാൽ അത് സംഭവിച്ചിരിക്കും. കർത്താവ് വരുമ്പോൾ മരിച്ചവർ ഉയർക്കും. കർത്താവ് വരുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെടും. ക്ഷണത്തിൽ ചെങ്കടൽ പിളരും. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ചിലരോട് ആത്മാവ് ഇടപെടാൻ തുടങ്ങുകയാണ്. നീ സ്തോത്രം പറയുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ സ്തോത്ര ക്ഷണത്തിൽ സംഭവിക്കേണ്ടതുണ്ട്, അങ്ങ് ദീർഘകാലങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പുൽപിറ്റിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ആത്മാവ് എന്നോട് പറയാൻ തുടങ്ങി, ഇന്ന് രാത്രി നിന്നെ വിട്ടിരിക്കുന്നത് ക്ഷണത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ എന്റെ ജനത്തിന്റെ ഇടയിൽ പറയാനും പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കാനും. സന്തോഷമുള്ള ദൈവമക്കൾ അല്പസമയം ആരാധിച്ച് സ്തോത്രം ചെയ്തു, നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചോ, കർത്താവിന് പുകഴ്ചയും മഹത്വം കരേറ്റിക്കോ. ഈ പന്തലിന് കീഴെ വരാൻ പറ്റിയില്ലെങ്കിലും ഈ യോഗം ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന, TV-യിൽ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കളും വീടുകളിൽ ഇരുന്ന് നിങ്ങൾ കാഴ്ചക്കാരാകാതെ നിന്റെ വീട്ടിൽ ക്ഷണത്തിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിന്റെ ഫോണിലേക്ക് അടുത്ത് വരുന്ന കോള് ദൈവം ചില കാര്യങ്ങൾ ചെയ്തതിന്റെ അടയാളമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ക്ഷണത്തിൽ ക്ഷണത്തിൽ ആ വാക്ക് പറഞ്ഞോണ്ട് ആരാധിച്ച് എന്റെ ജീവിതത്തിൽ ക്ഷണത്തിൽ അത് വെളിപ്പെടാം. മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ട് കർമ്മേലിന്റെ മലയോരത്ത് 1, 2, 3, 4, 7 വട്ടം പ്രാർത്ഥിച്ചു. 7ാമത്തെ വട്ടം പ്രാർത്ഥിക്കുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ക്ഷണത്തിൽ ആകാശം മേഘാവൃതമായി. ഇന്ന് രാത്രികാലം കഴിഞ്ഞ 7 വട്ടം പ്രാർത്ഥിച്ച, കഴിഞ്ഞ 7 കൊല്ലം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് പെട്ടെന്നാണ് മറുപടി വരുന്നത്. യേശു പറയുന്നു, ഇന്ന് രാത്രികാലം പെട്ടെന്ന് മറുപടി വരുന്നു. എത്ര പേർ വിശ്വസിച്ച് സ്തോത്രം ചെയ്യൂ? കഴിഞ്ഞ 5 കൊല്ലമായി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. എത്ര പേരത് ഓർക്കുന്നുണ്ട്? ഞാൻ നിങ്ങളെ തട്ടി ഉണർത്തുകയാണ്. അല്ലയോ ദൈവദാസന്മാരെ, അല്ലയോ ദൈവദാസിമാരെ, ആദ്യമായി യോഗമല്ല, ഇത് സാധാരണക്കാരന്റെ യോഗമാണ്. ഇത് കരയുന്നവന്റെ യോഗമാണ്. ഇത്
പാവപ്പെട്ടവന്റെ യോഗമാണ്, ഇത് വിടുതലിന്റെ യോഗമാണ്, ഇത് ദൈവപ്രവൃത്തിയുടെ യോഗമാണ്, ഇത് ആനന്ദത്തിന്റെ യോഗമാണ്, ഇത് മസില് പിടിച്ചിരിക്കുന്ന യോഗമല്ല, ഇത് അഭിഷേകത്തിന്റെ യോഗമാണ്. അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ സ്തോത്രം ചെയ്താൽ മതി. അങ്ങനെയാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം സ്തോത്രം ചെയ്താൽ മതി. ഇത് കോടതിയല്ല, ഇത് കുറ്റവാളിയെ ചെയ്ത കുറ്റം വായിച്ചു കേൾപ്പിക്കുന്ന വിചാരണ മുറിയല്ലിത്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് ദൈവം നിന്നെ കുറ്റവിമുക്തനാക്കുന്ന രാത്രിയാണ്. പുത്രന്റെ ചോരയാൽ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി പാപങ്ങൾ ഏറ്റുപറഞ്ഞു. സ്വർഗം എന്നോട് ദൂത് വാരി എറിയാൻ പറയുന്നു. ഞാൻ ആത്മാവിൽ ഇവിടെ നിന്ന് നൃത്തം ചെയ്ത് പ്രസംഗിക്കാൻ ആവേശം എന്റെ അകത്തുണ്ട്. സ്വർഗം എന്നോട് പറയുന്നു, ഈ രാത്രി ഇത് പാപമോചനത്തിന്റെ രാത്രിയാണ്. ഈ പന്തലിന് കീഴെ മാത്രമല്ല, ഈ വഴിയോരത്ത് അത്ഭുതം നടക്കുമെന്ന് സ്വർഗം എന്നോട് പറയുന്നു. ഈ വഴിയോരത്ത് അത്ഭുതം നടക്കുമെന്ന്. ആരൊക്കെയോ ഇവിടെ വരാൻ എന്തൊക്കെയോ ഭാരം കൊണ്ട് മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ വചനം കേൾക്കണമെന്നവർക്ക് ആഗ്രഹമുണ്ട്. എന്റെ ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തൊക്കെയോ തടസ്സം നിമിത്തം ഇവിടെ വന്നില്ലെങ്കിലും വഴിയോരത്ത് അത്ഭുതം നടക്കും. വഴിയോരത്ത് അത്ഭുതം നടക്കും. സ്വർഗം അത് ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഈ യോഗത്തിന്റെ സാക്ഷ്യം പന്തലിന് കീഴെ മാത്രമല്ല, ക്ഷണത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കൂടെ, ആത്മാവിൽ നിറയുന്ന കൂടെ, കണ്ണുകൾ കൂടി അടച്ചാട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ പ്രസക്തമായ ഭാഗത്തേക്ക് പ്രവേശിക്കാം. എല്ലാ കണ്ണും അടച്ചാട്ടെ. ദൈവസന്നിധിയിൽ എല്ലാ കണ്ണും അടച്ചാട്ടെ. ഒരുമിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് വേഗത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ ഈ രാത്രി എന്ത് സംഭവിക്കുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നു കഴിഞ്ഞു. ഈ രാത്രി ക്ഷണത്തിൽ യേശു വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ഷണത്തിൽ ദൈവരാജ്യം സഖായിയുടെ വീട്ടിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നി. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ജനത്തിന്റെ ശരീരത്തിൽ ക്ഷണത്തിൽ സൗഖ്യം വെളിപ്പെടുന്നത് അവരനുഭവിക്കട്ടെ. രക്തസ്രാവക്കാരി സ്ത്രീ ഒന്ന് തൊട്ടുള്ളൂ, ആ ക്ഷണത്തിൽ സൗഖ്യമായി. കർത്താവേ, കനാന്യ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ വീണെന്ന് കരഞ്ഞുള്ളൂ. അവൻ പറഞ്ഞ ക്ഷണത്തിൽ അങ്ങകലെ മകൾക്ക് വിടുതലായി. ഇന്ന് രാത്രി ക്ഷണത്തിൽ സംഭവിക്കേണ്ട ചില വിടുതലുകളുമായി ദൈവം ഇവിടെ വന്നിട്ടുള്ളതിനായി സ്തോത്രം. തുടർന്നും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. കരമുയർത്തി സന്തോഷത്തോടെ സ്തോത്രം ചെയ്താൽ, ചിലരുടെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്താൽ, നല്ല സ്തോത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം സന്തോഷത്തോടെ പങ്കുവെക്കാൻ നമുക്ക് ഒരുങ്ങാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ ഏറ്റവും പരിചിതമായിരിക്കുന്നൊരു വാക്യം വായിച്ചുകൊണ്ടാണ് ഇവിടത്തേക്കുള്ള സന്ദേശം പറയാൻ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആ വാക്യം കഴിയുമെങ്കിൽ മൈക്കിലൂടെ വായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10-ാം അധ്യായം 49-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 49-ാം വാക്യം മൈക്കിലൂടെ വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ നിവർത്തി ദയവായിട്ട് ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുന്നു. 10:49 മർക്കോസിന്റെ സുവിശേഷം. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവൻ പറഞ്ഞ് കുരുടനെ വിളിച്ചു. മതി. സ്തോത്രം. ആ വാക്യത്തിനകത്ത് അധികം പ്രാവശ്യം ആവർത്തിച്ചു വരുന്നൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. വിളിക്കുന്നു അല്ലെങ്കിൽ വിളിക്കൂ. സ്തോത്രം. സംഭവത്തിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഇന്ന് രാത്രിയിലെ ആത്മീക ചിന്തയ്ക്ക് ഒരൊറ്റ വാക്ക് മാത്രമാണ് പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ദൈവം വിളിച്ചാൽ ദൈവ വിളിയുടെ പുറകിലെ വിടുതൽ അതിന്ന് രാത്രി തിരിച്ചറിയണം. നിങ്ങൾ ഈ യോഗത്തിന് 21 ദിവസവും പങ്കെടുത്തിട്ട്, നിങ്ങൾ ഈ യോഗത്തിന് കാണിക്കുകയും സംഭാവനയൊക്കെ കൊടുത്തിട്ട് ദൈവം വിളിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ
യോഗം തീർന്നാലും നിങ്ങളുടെ വേദനകൾ അവിടെ തന്നെ ഇരിക്കും. എന്നാൽ ദൈവം വിളിക്കുന്ന വിളി നിങ്ങളുടെ അടുക്കലെത്തിയാൽ, നിങ്ങളുടെ ആ വിളിയോട് പ്രതികരിച്ചാൽ, നിങ്ങളെ ആള് മാറ്റി ദൈവം പുറത്തു കൊണ്ടുവരും. ഈ രാത്രി എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്ന ദൂതന്റെ ഉള്ളടക്കം അതാണ്. വിശദീകരിക്കാം. സമയക്ലിപ്തതയ്ക്കകത്ത് ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ നാടിനോടുള്ള ദൂത് പറയാൻ കർത്താവിൻ്റെ കൃപയിൽ തന്നെ ഞാൻ ആശ്രയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടെ ഈ സന്ദേശത്തെ സ്തോത്രം പറഞ്ഞും പ്രാർത്ഥിച്ചും ഈ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരും ദൈവസഭയും പിന്തുണയ്ക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കും ചെയ്യുകയാണ്. യെരിഹോവിലിരുന്ന കുരുടനാണ് സ്തോത്രം ഈ പാരഗ്രാഫിലെ കേന്ദ്ര കഥാപാത്രം. ജീവിതത്തിൽ ഏറ്റവും താഴെ കിടക്കുന്നൊരു മനുഷ്യൻ. എന്തിനാണ് ഇതൊക്കെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? ഏറ്റവും തകർന്നവനെയും ദൈവത്തിന് പണിതെടുക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഒരു നാട്ടിൽ തെരുവോരത്ത് ഭിക്ഷയാചിച്ചിരിക്കുന്ന 2 കണ്ണിനും കാഴ്ചയില്ലാത്ത കുരുടനായിരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഇരിക്കുന്ന നാട്ടിലൂടെ യേശു കടന്നു പോകുകയാണ്. ഭയങ്കര തിരക്കുള്ള ആ സ്തോത്രം പട്ടണത്തിലൂടെ യേശു കടന്നു പോകുകയാണ്. അദ്ദേഹം ഒരു വഴിയോരത്ത് ഭിക്ഷയാചിച്ചിരിക്കുമ്പോൾ അദ്ദേഹം കേട്ടു. കാണാൻ കഴിയില്ല അദ്ദേഹത്തിന്. സ്തോത്രം ഗ്രഹിപ്പാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാട്ടോ. നമ്മൾ ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ചെവി കൊണ്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാകും, കണ്ണുകൊണ്ട് കണ്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാം, മൂക്ക് കൊണ്ട് മണത്ത് മനസ്സിലാക്കാം. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ മനുഷ്യന് അതുപോലും കഴിയുകയില്ല. ഏതുപോലും എന്താ നടക്കുന്നതെന്ന് കാണാനുള്ള കണ്ണില്ല. പക്ഷെ ആളുകളുടെ ശബ്ദവും പതിവിനപ്പുറം കാൽപ്പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ കാതുകളിൽ കേൾക്കാൻ പറ്റും. കാണാനുള്ള കഴിവില്ലെങ്കിലും ആ മനുഷ്യൻ സ്തോത്രം പതിവിനപ്പുറം എന്തോ തൻ്റെ പട്ടണത്തിൽ നടക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹം ആൾക്കാരോട് ചോദിച്ചു, എന്താ നടക്കുന്നത്, എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ആരോ പറഞ്ഞു, നസ്രയനായ യേശു ഈ വഴി കടന്നു പോകുന്നു. അടുത്ത വാക്ക് എന്ന് കണ്ടിട്ടെന്നല്ല, ഞാൻ ആ വാക്ക് പറഞ്ഞുകൂടാ. 47-ാം വാക്യം, നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. കേട്ടെ, നമുക്ക് കാണാനും കേൾക്കാനും വായിക്കാനും മനസ്സിലാക്കാനും കണ്ണും കാതും ബുദ്ധിയും എല്ലാം ദൈവം തന്നിട്ടുണ്ട്. അതിനായിട്ട് പ്രത്യേകം സ്തോത്രം ചെയ്യണം. ഇവിടെ തിരിച്ചറിവിന് കഴിവ് വേണ്ടും വണ്ണം ഇല്ലാത്തൊരു മനുഷ്യൻ അവൻ്റെ കാതുകളിൽ കാൽപ്പെരുമാറ്റം കേട്ടു. ആരോ പറഞ്ഞു കേട്ടു, നസ്രയനായ യേശു ഈ വഴി കടന്നു വരുന്നു. ആ കേട്ടതിനോട് പ്രതികരിക്കാൻ തുടങ്ങിയതാണ് ഈ മനുഷ്യൻ രക്ഷപ്പെട്ടത്. ഇന്ന് രാത്രികാലം ഈ പന്തലിന് കീഴെ എന്താണ് നടക്കുന്നതെന്ന് ഈ പട്ടണത്തിലുള്ള ആരെങ്കിലും ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ, അന്വേഷിക്കാൻ തുടങ്ങിയാൽ, ഞാൻ ഉറപ്പു തരാം, അവർ രക്ഷപ്പെടും. ഹല്ലേലൂയ. 20 കൊല്ലമായി ഇവിടെ കർത്തൃദാസന്മാരും ദൈവമക്കളും ഇങ്ങനെ എല്ലാ കൊല്ലം പാട്ടുണ്ട്. എല്ലാ കൊല്ലവും കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ മറ്റെവിടെങ്ങളിൽ നിന്നോ ദൈവദാസന്മാർ വന്ന് വോൾ പോസ്റ്റും ഇതുപോലത്തെ മനോഹരമായിരിക്കുന്ന വെള്ള വിരിച്ച പന്തലും ലൈറ്റും ഒക്കെയായി സ്വത്ര ക്രമീകരണങ്ങളുമായി ഇങ്ങനെ സംഭവങ്ങൾ ഇവിടെ നടക്കാറുണ്ടെന്നൊരു സാധാരണ മനോഭാവത്തോടെ അല്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വലിയ പ്രശ്നത്തിലാണെങ്കിൽ, നിങ്ങൾ ആത്മീകത ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ രക്ഷിക്കും. ഈ മനുഷ്യൻ രക്ഷപ്പെട്ടത് യേശു അതിലെ വന്നത് സത്യമാണെങ്കിലും എന്താ നടക്കുന്നത് എന്ന് കേൾക്കാനും അതിനോട് പ്രതികരിക്കാനും തുടങ്ങിയപ്പോൾ അവന്റെ വിടുതൽ ആരംഭിച്ചു. ഇന്ന് രാത്രികാലം ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യും. ബൈബിളിനകത്ത് എത്രയോ പേരെങ്ങനെ രക്ഷപ്പെട്ടെന്ന് അറിയാമോ? മോശയുടെ കാര്യം എങ്ങനായിരുന്നു? ആടുകളെ തീറ്റി ആരും കാണാതെ സ്തോത്രം ദൈവത്തിൻ്റെ പർവ്വതമായിരിക്കുന്ന മരുഭൂമിക്കപ്പുറം ഹോരേബ് പർവ്വതത്തോളം എത്തി. ആരും അറിയാതെ ഒറ്റപ്പെട്ട് ജീവിതത്തിൻ്റെ ഇന്നലകളിൽ
ഹല്ലേലൂയ. ആ മനുഷ്യൻ രാജകുമാരനെ പോലെ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ട് സുമുഖനായി കൊട്ടാരത്തിലെ ആഹാരം കഴിച്ച് കൊട്ടാര വിദ്യകൾ പഠിച്ച് രാജകുമാരൻ എന്ന് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ട് നടന്ന മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് കഥാവശേഷനായി പോയി. നാട് വിട്ടോടേണ്ടി വന്നു. അവന്റെ രാജകീയ വസ്ത്രം ഊരി വെച്ചു. കഴിഞ്ഞ നീണ്ട നാളുകളായി ആരും കാണാതെ ഒറ്റപ്പെട്ട് വനാന്തരങ്ങളിൽ മരുക്കാടുകളിൽ ആടുകളെ തീറ്റി നടക്കുക. അങ്ങനെ തീറ്റി നടക്കുമ്പോൾ അയാൾ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതുവരെ ആരും എന്നെ ശ്രദ്ധിക്കരുത് എന്ന് വിചാരിച്ച് ഭയപ്പെട്ട് ഒളിച്ചു നടക്കുന്ന മനുഷ്യൻ ഒരു ദിവസം മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടു. അത് എന്തെന്ന് കാണാൻ അടുത്ത് ചെന്നപ്പോൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ചിലരോട് ദൂത് പറയാം. സ്തോത്രം, ഇവിടെ നടക്കുന്നത് എന്താന്ന് കാണാൻ അടുത്തു വരുന്നവനെ എൻ്റെ ദൈവം കയ്യിലെടുക്കും. നിന്റെ തൊഴിൽ ദൈവം മാറ്റും, നിന്റെ ജീവിതം ദൈവം മാറ്റും, നിന്റെ ഭയം ദൈവം മാറ്റും. നീ എന്തിനെ പേടിച്ചോ അതിനോട് പോരാടാനുള്ള ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രിക്കാലം സ്വർഗത്തിലെ ദൈവം നിനക്ക് തരും. നീ രോഗത്തെ പേടിക്കുന്നു, നീ കടഭാരത്തെ പേടിക്കുന്നു, നീ നിന്റെ കുടുംബത്തിൽ പാർക്കാൻ പേടിക്കുന്നു, നീ നിന്റെ ഭർത്താവിനെ പേടിക്കുന്നു, നിന്റെ ഭർത്തൃ വീട്ടിൽ പേടിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പറയാം, നീ ദൈവത്തിങ്കിലേക്ക് തിരിയ, ദൈവത്തിന്റെ വചനം കേൾക്ക്. എന്താ സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ, എന്താ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചാൽ ദൈവം കയറി പിടിക്കും. പത്മോസിന് എന്താ സംഭവിച്ചത്? വെളിപ്പാട് പുസ്തകം വായിച്ചിട്ട് അറിയാം. വയോധികനായിരിക്കുന്ന, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരേക്കാൾ പ്രായം ചെന്ന യോഹന്നാൻ അപ്പോസ്തലൻ, റോമൻ ഭരണകൂടം ഒരിക്കലും തിരിച്ചു വരാതിരിക്കാൻ യോഹന്നാനെ പത്മോസിൽ കൊണ്ട് കളഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയിൽ, പാറക്കെട്ടുകൾക്കിടയിൽ അവിടെ ചെന്ന ഒരാൾ പോലും തിരിച്ചു വന്നിട്ടില്ല. ഞാൻ വായിച്ച വ്യാഖ്യാന പുസ്തകങ്ങൾ ഒന്നിൽ ശക്തനായിരിക്കുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നട്ടുച്ചയ്ക്ക് 45-50 ഡിഗ്രി ചൂടിൽ കത്തി അമരുന്ന സ്തോത്രം ഒരു തരി തണലില്ലാത്ത ഒരു ദ്വീപാണത്. പാറക്കെട്ടുകൾ മാത്രമാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. സ്തോത്രം, ഹല്ലേലൂയ. ഭയങ്കരമായിരിക്കുന്ന സൂര്യൻ കത്തിക്കാട് നിൽക്കുമ്പോൾ പാറമേൽ അടിച്ചിട്ട് പാറ പഴുക്കും. നിങ്ങൾ വീട്ടിൽ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ദോശക്കല്ല് ചൂടാക്കി ഇടുന്നത് പോലെ പാറ ചൂടായി കിടക്കും. തലയ്ക്ക് മീതെ സൂര്യൻ കത്തി നിൽക്കും, താഴെ നിന്നും മോളിൽ നിന്നും ചൂടടിക്കും. ഒരിറ്റ് തണലില്ല, കാക്കയ്ക്ക് ഇരിക്കാൻ തണലില്ലാത്ത ഒറ്റപ്പെട്ട ദ്വീപ്. ആ ദ്വീപിൽ ചെന്നുപെടുന്നവരുടെ പ്രത്യേകത, റോമൻ സർക്കാരിന്റെ പ്രതീക്ഷ, ആരും കൂട്ടിനില്ല, കടൽ വെള്ളമല്ലാതെ വേറൊന്നുമില്ല, വെള്ളം കോരി കുടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥിതിയിൽ ഇരിക്കുന്ന മനുഷ്യൻ 1, 2, 3, 4 ദിവസം കഴിയുമ്പോൾ കത്തി നിൽക്കുന്ന ചൂടും രാത്രിത്തെ മരം കൊച്ചുന്ന തണുപ്പും ഇത് നിമിത്തം പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതെ ഈ ദ്വീപിനകത്ത് സ്തോത്രം ശരീരത്തിലെ നീർജലം വെള്ളം വറ്റി. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, അവിടെ പാറപ്പുറത്ത്, ചൂടേറിയ പാറപ്പുറത്ത് സ്തോത്രം വീണ് ബോധരഹിതനായി കിടക്കുമ്പോൾ പ്രാണൻ പോകുന്നതിനേക്കാൾ മുമ്പ് സ്തോത്രം ശവം തീനി കഴുകന്മാർ പറന്നു വന്ന് കൂർത്തുമൂർത്ത നഖം കൊണ്ട് ജീവനുള്ള മനുഷ്യന്റെ സ്തോത്രം ശരീരത്തിന് മാംസത്തിൽ നഖമിറക്കുകയും വളഞ്ഞിരിക്കുന്ന കൂർത്ത ചുണ്ടുകൊണ്ട് കണ്ണും ശരീരഭാഗങ്ങളും കൊത്തിപ്പറച്ചെടുക്കുകയും ചെയ്യും. നിങ്ങൾ ഓർത്ത് നോക്കിയേ, കൊല്ലാതെ കൊല്ലുകയാണ് അവിടെ. ആരും വെടിവെക്കുന്നില്ല, ആരും വെട്ടിക്കൊല്ലുന്നില്ല, തൂക്കിലിടുന്നില്ല. ആ ദ്വീപിൽ കൊണ്ട് കളഞ്ഞാൽ ആകാശത്തിലെ കഴുകന്മാർ ജീവനോടെ തിന്നും, ഇഞ്ചിഞ്ചായി മരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ അവരെ മാറ്റിയിട്ടിരിക്കുകയാണ്. ഈ സ്ഥാനത്ത് യേശുവിനെ സ്നേഹിച്ച യോഹന്നാനെ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി പറയാൻ പറയുന്നു, നിന്നെ ഇല്ലാതാക്കാൻ ചിലര് കൂടി പ്ലാൻ ചെയ്ത് ഒറ്റയടിക്ക് കൊല്ലാനല്ല, നിന്നെ തീർത്തു തരാൻ മാവിചാരം കൊണ്ടോ ക്ഷുദ്രം കൊണ്ടോ ഇതുപോലത്തെ നിലവാരത്തിൽ നീ നിന്റെ കുടുംബവും ദേശത്ത് 1 കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ട് തീർന്നു കിട്ടാൻ വേണ്ടി പിശാച് ചെയ്തിരിക്കുന്ന ചില കെണികളെ ഇന്ന് രാത്രിയിലെ യോഗത്തിൽ സ്വർഗത്തിലെ ദൈവം കീറിക്കളയുകയാണ്. നിന്റെ സ്ഥിതിയെ മാറ്റാൻ സ്വർഗം ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ക്ഷണത്തിൽ ഇത് സംഭവിക്കുമെന്ന്? ഞാൻ ഈ പറയുന്ന കാര്യം ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾ വിശ്വസിക്കണം. ഇത് എന്ന് നടക്കുമെന്നല്ല. ഇന്ന് രാത്രി നിങ്ങൾ ആമീൻ പറഞ്ഞും സ്തോത്രം പറഞ്ഞും വിശ്വസിച്ചാൽ ചില വിഷയങ്ങൾ ക്ഷണത്തിൽ സംഭവിക്കും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഈ രാത്രിക്കാലം വിശ്വാസത്തോടെ പറ, എൻ്റെ കർത്താവേ, എന്ത് ചെയ്താലും ഉയരാൻ കഴിയുന്നില്ല, ഏതൊക്കെ തൊഴിൽ ചെയ്താലും കടം മാറുന്നില്ല, പഠിച്ച കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, പരീക്ഷ എഴുതിയിട്ട് എന്നും ഏതെങ്കിലും ഒരു
വിഷയത്തിൽ പരാജയപ്പെടും. ഈ വിധത്തിൽ എന്നും ഭാരം സഹിക്കുന്ന കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടോ? ആരെങ്കിലും ഈ വഴിയോർത്തി ഞങ്ങൾ കേൾക്കുന്നുണ്ടോ? അവരോട് യേശു പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ രക്ഷിപ്പാനാണ് ഈ വർഷം ഈ യോഗം ഇവിടെ വെച്ചത്. അത് ദൈവം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടതിനോട് പ്രതികരിക്കാൻ, കേട്ടതിനെ ശ്രദ്ധിക്കാൻ, അതെന്താന്ന് കാണാൻ, അതിന് തയ്യാറായാൽ ദൈവം പ്രവർത്തിക്കും. യോഹന്നാൻ എങ്ങനെ രക്ഷപ്പെട്ടത്? അതിന്റെ വിധി എങ്ങനെ തിരുത്തപ്പെട്ടത്? ആ പത്മോസിൽ ഒരു കർത്തൃ ദിവസത്തിൽ യോഹന്നാന്റെ കാതുകളിൽ കേട്ടു, സ്തോത്രം, പെരുവെള്ളത്തേക്കാൾ ഗംഭീരമായൊരു ശബ്ദം. ആ വാക്യത്തിൽ 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? എന്നോട് സംസാരിച്ച നാഥം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ കാൽപാദമുള്ളവനായി, അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവനായി, സ്തോത്രം, പെരുവെള്ളത്തേക്കാൾ ശക്തമുള്ള ശബ്ദമുള്ളവനായി, ഹിമത്തേക്കാൾ വെളുത്ത തലമുടിയുള്ളവനായി, 7 നക്ഷത്രങ്ങളെ വലം കൈയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിലൂടെ ഉലാവുന്നവനെ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദത്തിന്റെ, ഈ നാദത്തിന്റെ പുറകിൽ ഒരാളുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, സ്തോത്രം, എൻ്റെ ശബ്ദമായിരിക്കും ദൈവം ഉപയോഗിക്കുന്നത്. ഈ വചനത്തിന്റെ പുറകിൽ ഒരാളുണ്ട്. എന്ത് ഈ ശബ്ദം, എന്ത് ഈ ദൂതെന്ത്, ഈ ആലോചന എന്ത് എന്ന് കേൾക്കാൻ വേണ്ടി തിരിഞ്ഞാൽ നീ കാണുന്നത് പ്രസംഗികനെ ആയിരിക്കില്ല, നീ കാണുന്നത് ഇരിക്കുന്ന സംഘാടകരെ ആയിരിക്കില്ല, നീ കാണുന്നത് നിന്നെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന യേശുവിനെ ആയിരിക്കും. എത്ര പേർക്ക് കർത്താവിന്റെ മഹത്വം കാണണമെന്ന് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് വിടുവിക്കുന്നവരെ കാണണമെന്ന് ആഗ്രഹമുണ്ട്? ആരും രക്ഷപ്പെട്ടിട്ടില്ലാത്ത തുരുത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ യേശു ഇറങ്ങി വരികയാണ്. ചിലതരം രോഗങ്ങൾ വന്നാൽ ഇതുപോലെ ശരീരം ക്ഷീണിക്കും, കവളൊട്ടും, തലമുടി പൊഴിയും. അങ്ങനത്തെ ചില രോഗങ്ങളാൽ പിടിക്കപ്പെട്ട ചിലരെ ഈ പ്രദേശത്ത് നിന്ന് രക്ഷിപ്പാൻ യേശു ഇറങ്ങി വരുന്ന ദിവസങ്ങളാണിത്. ഇതിനോട് പ്രതികരിക്കാൻ ആര് തയ്യാറാകുന്നു, അവരെ എൻ്റെ കർത്താവ് രക്ഷിക്കൂ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രത്തോടെ, ശക്തിയോടെ, ആത്മബലത്തോടെ പറ, എന്താണ് സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ, അതിനോട് പ്രതികരിക്കാൻ തുടങ്ങിയാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഹല്ലേലൂയ. വേഗത്തിൽ പറയാം. കുരുടനായിരിക്കുന്ന മനുഷ്യൻ നസ്രയനായ യേശു എന്ന് കേട്ടിട്ട്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു എന്നല്ല, നിലവിളിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറച്ച് നേരമായിട്ട് നിലവിളിക്കുകയാണ്. തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, അവൻ അധികം നിലവിളിച്ചു. ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? മിണ്ടാതിരിപ്പാൻ പലരും ശാസിച്ചപ്പോൾ എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. ഇപ്പം ആ 2 പദങ്ങളെ പതുക്കെ അടർത്തിയെടുക്കുക. എൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ കുരുടനെയും എരിഹോവും പശ്ചാത്തലമൊക്കെ വിടുന്നു. ഈ മനുഷ്യനെയും ഈ വാക്യത്തെയും കൂടി ചേർത്ത് വെക്കുക. ഈ മനുഷ്യൻ കുറേ നാളായി കരുണയ്ക്ക് വേണ്ടി കരയുകയാണ്. കുറേ നേരമായി എന്നോട് കരുണ കാണിക്കണേ, എന്നോട് കരുണ കാണിക്കണേ എന്ന് കരയുകയാണ്. അധികമായി കരയുകയാണ്. ഓരോ ദിവസം കഴിയും തോറും, ഇനി ശ്രദ്ധിച്ചേ, കുരുടനെ നമ്മൾ വിട്ടു, കുരുടനെ ഓർത്തിരിക്കരുത്. ഓരോ ദിവസം കഴിയും തോറും നിന്റെ നിലവിളി വർദ്ധിച്ചു വരികയാണ്. ഓരോ നിമിഷം കഴിയും തോറും നിന്റെ തേങ്ങലുകൾ കൂടി വരികയാണ്, നിന്റെ വേദന കൂടി വരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. കരയാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി കരഞ്ഞു എന്നല്ല, കരയാൻ തുടങ്ങി. ഞാൻ ആവേശങ്ങളൊക്കെ ചുരുക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാം. നിങ്ങളുടെ മനസ്സിലേക്ക് ആ വിഷയം കൊണ്ടുവന്നേ. നിങ്ങളൊരു നന്മയ്ക്ക് വേണ്ടി കരയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നിങ്ങളുടെ കുടുംബം കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ ആഴ്ച മുതൽ നിങ്ങൾ പ്രശ്നത്തിലേക്ക് അകപ്പെട്ടു. 2 മക്കളായി, അവർ പഠിക്കാൻ തുടങ്ങി. അന്നു മുതൽ നിങ്ങൾ ഈ നാട്ടിലെ പല പള്ളികളിലും പല പ്രാർത്ഥനാലയങ്ങളിലും പോയി കരയുക, എന്നോട് കരുണ കാണിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രയാസവും രോഗവും വന്നു, കഷ്ടവും ദുരിതവും, എവിടെ പോയാലും രക്ഷപ്പെടുകയില്ല. എന്ത് ചെയ്താലും ഉത്തരവാദിത്വമില്ലാത്ത ഒരു ജീവിത പങ്കാളിയുമായി നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് അറിയാൻ തുടങ്ങി കുറേ നാളായി, എന്നെ ഒന്ന് രക്ഷിക്കണേ.
ഞാൻ ഈ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. ക്ഷണത്തിൽ ചില വിടുതലുകൾ നടക്കണം. ശരിയാ പാസ്റ്ററെ, കുറെ നാളായി ഞാനൊരു വിഷയത്തിന് വേണ്ടി കരയുകയാണ്. കുറെ നാളായി ഞാനൊരു അനുഗ്രഹത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി കരയുകയാണ്. ചില വിഷയത്തിന് വേണ്ടി 5 കൊല്ലമായി ഞാൻ പ്രത്യേക ദിവസം ഉപവാസം എടുക്കുന്നു എന്ന് പറയുന്ന ചിലർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവരോടാണ് ഈ രാത്രിയിലെ ദൂത്. നീ കുറച്ച് നാളായി കരയുന്നത് ദൈവം കണ്ടു. നീ കുറച്ച് നാളായി നിലവിളിക്കുന്നത് ദൈവം കണ്ടു. നീ വഴിയോരത്തിരുന്ന് കരയുന്നത്, നീ നടക്കുന്ന വഴി വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആരോടോ ദൈവം പ്രവചന വെളിപ്പാടിൽ പറയുന്നു. നീ വാഹനം ഓടിച്ചു പോകുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ അടർന്ന് വീഴുന്നത് ദൈവം കണ്ടു. ഒറ്റക്കിരുന്ന് കരയുന്നത് ദൈവം കണ്ടു. നിന്റെ നിലവിളി ദൈവം കേട്ടു. കുറെ നാളായി, ഹല്ലേലൂയ, കുറെ നാളായി ഒരു നന്മയ്ക്ക് വേണ്ടി കരയുന്നത്. ഊരമ്പിൽ ഇവിടെ തമിഴ്നാട് കേരളത്തിന്റെ ബോർഡറിൽ യോഗം നടക്കുന്ന സ്ഥലത്ത് ഈ ദൂതിന്റെ ഉടമസ്ഥരില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാത്രി ഈ സന്ദേശം യൂട്യൂബിലൂടെയോ ഓൺലൈനിലൂടെയോ വിദേശ രാജ്യത്ത് എവിടെയോ ഇരുന്ന് കേൾക്കുന്ന ആരോടോ സ്വർഗം പറയുന്നു, പന്തല് കെട്ടിയിരിക്കുന്നത് ഇവിടെയാണെങ്കിലും, പ്രസംഗികൻ നിൽക്കുന്നത് ഇവിടെയാണെങ്കിലും, വിടുതൽ നടക്കുന്നത് അങ്ങ് അകലെ എവിടെയാണ്. സ്വർഗം പറയുന്നു, നിനക്കൊന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, നിനക്കൊന്ന് നാട്ടിൽ വരാൻ ആഗ്രഹമുണ്ട്, നീ അതിന് കരയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അതിനെന്താ വഴിയെന്ന് പറയാനാണ് ഇന്ന് രാത്രി എന്നെ ഇവിടെ വിട്ടത്. അത് ഞാൻ ഈ രാത്രി ആത്മാവിൽ പറയാൻ പോകുകയാ. ദൈവസഭ ഉണർന്നിരുന്നു. ഒരു പറ്റം ആളുകളെ ദൈവം വിടുവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെ പറയുന്നുണ്ട്, ഇതിനിടയിൽ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം അധികമായി പ്രശ്നങ്ങൾ വരികയാണ്. പ്രാർത്ഥനയ്ക്ക് പോയതിന് ശേഷം അധികമായി വേദനകൾ വരികയാണ്. ഇന്ന് രാത്രി ശരിയായിരിക്കാം ബ്രദർ, ശരിയായിരിക്കാം സിസ്റ്റർ, അതിനൊരു വിരാമമുണ്ട്, അതിനൊരു പരിഹാരമുണ്ട്. അതാണ് ഇന്ന് രാത്രി എന്റെ ദൂത്. നിന്റെ കണ്ണുനീര് നീണ്ട കാലം നിലനിൽക്കുമെന്നല്ല, നീ ഒരുപാട് നാള് കരയേണ്ടി വരുമെന്ന് പറയാനല്ല ഞാൻ ഇന്ന് രാത്രി 5 മണിക്കൂർ വണ്ടി ഓടിച്ച് ഇവിടെ വന്നത്. നിന്റെ കണ്ണീരിന് പരിഹാരമുണ്ട്, നിന്റെ നിലവിളിക്ക് ഒരു എക്സ്പയറി ഉണ്ട്. അതിന്റെ വഴി ഇന്ന് രാത്രി ചിലരോട് പറയാൻ പോകുകയാണ്. അധികം കരയുന്നു, കുറെ നാളായി നിലവിളിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ. എങ്ങനെയാണ് ആ കരച്ചിൽ നിന്നത്? ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ കൂടി അധികമായി കരഞ്ഞുകൊണ്ടിരുന്ന കരച്ചിൽ ഒറ്റ ദിവസം കൊണ്ട് സ്വിച്ചിട്ടതുപോലെ ദൈവം നിർത്തി. എങ്ങനെയാ സംഭവിച്ചത്? അതിനാണ് നമ്മൾ 49-ാം വാക്യം മാത്രം നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. സംഭവിച്ചത് എങ്ങനെയാന്ന് പറയാം. അവന്റെ നിലവിളി അധികമായപ്പോൾ യേശു അവിടെ നിന്നു. യേശു നിന്നതുകൊണ്ടായില്ല, യേശു നിന്നിട്ട് അവന്റെ കൂടെ നിന്ന് ആരോടോ പറഞ്ഞു അവനെ അങ്ങ് വിളിക്കാൻ. സ്തോത്രം. അങ്ങനെയല്ലേ 49 വായിച്ചത്? അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. ആ ഉത്തരവാദിത്തപ്പെട്ടവൻ അവന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. അവൻ എന്താ ചെന്ന് പറഞ്ഞത്? ആ പറഞ്ഞവൻ നല്ലവനാ. കാരണം അവൻ ചുമ്മാ ചെന്നൊരു ഉഴപ്പിച്ചെന്ന് പറഞ്ഞതല്ല, നിന്നെ വിളിക്കുന്നു എന്ന് ഉഴപ്പിയല്ല. നിങ്ങളെ ബൈബിള് വായിച്ച് ഒന്ന് കണ്ടോ? നിങ്ങൾ ഒരു ദൂത് പറയുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ യേശു ഇത്രേ പറഞ്ഞോളൂ, അവനെ വിളിപ്പീനെന്നേ പറഞ്ഞോളൂ. പക്ഷെ അവിടെ ചെന്ന് പറഞ്ഞ എന്താ? ധൈര്യപ്പെടുവീൻ, സ്തോത്രം, എഴുന്നേൽപ്പീൻ എന്നൊക്കെ ഈ ദൂതുമായി പോയവൻ പറഞ്ഞതാ. യേശു എഴുതി കൊടുത്തില്ല, നീ അവിടെ ചെല്ലുമ്പോൾ ധൈര്യപ്പെടുവീൻ, എഴുന്നേൽപ്പീൻ എന്ന് പറഞ്ഞിട്ട് നിന്നെ വിളിക്കുന്നു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞില്ല. ദൂത് ഇത്രയേ ഉള്ളൂ, നിന്നെ വിളിക്കുന്നു എന്നുള്ളൊരു ദൂത് യേശുവിൻ്റെ കൂടെയുള്ള ഏതോ ഒരു ശിഷ്യനായിരിക്കാം. അവൻ കക്ഷിയുടെ അടുക്ക കൊണ്ട് ചെല്ലുക. അവൻ ചെന്നിട്ട് പറഞ്ഞത്, നിന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായി, അങ്ങ് ചെല്ല് എന്നാണ് പറഞ്ഞേ. അങ്ങനെയാണോ പറഞ്ഞേ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളെ അങ്ങനെ വിളിച്ചെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പറഞ്ഞത്? അല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ ഇവിടെ വിട്ടത് നിങ്ങളെ ആരെയോ
യേശു വിളിക്കുന്നു എന്ന് പറയാനാണ്. അതിൻ്റെ കൂടെ ഞാൻ പറയാണ്, യേശു വിളിച്ചാൽ ഇനി നീ ഭാരപ്പെടണ്ട, ധൈര്യപ്പെട്ടോ, ധൈര്യപ്പെട്ടോ. ഇന്ന് രാത്രി ആ വിളി നിന്റെ അടുക്കലെത്തിയാൽ, അത് നീ തിരിച്ചറിഞ്ഞാൽ, അത് നീ ഉൾക്കൊണ്ടാൽ, അതിനോട് പ്രതികരിച്ചാൽ, അത് നീ ഏറ്റെടുത്താൽ, ഇനി നീ ഭാരപ്പെടണ്ട. യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ചെന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ അനുഭവമാണ്, യേശു വിളിച്ചാൽ ഇനി നീ ആരെയും പേടിക്കണ്ട, ഇനി നീ ആരെയും നോക്കണ്ട, ധൈര്യപ്പെട്. ഹല്ലേലൂയ. ധൈര്യപ്പെട് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതിന്റെ ഓപ്പോസിറ്റ് എന്താ? പേടിയുള്ള ആളോടല്ല നമ്മൾ എന്ത് പറയുന്നത്? ധൈര്യപ്പെടാൻ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ചുമ്മാ ഇരിക്കുന്ന ഒരുത്തിനോട് ധൈര്യപ്പെടാൻ പറയൂ. അപ്പൊ ഈ മനുഷ്യന് ഭയം ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. പക്ഷെ യേശുവിന്റെ വിളിക്കകത്ത് ദൂത്, ഇനി നീ ആരെയും പേടിക്കണ്ട, ഇനി നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ പേടിക്കണ്ട, ഇനി നീ ചുറ്റും നിൽക്കുന്നവരെ പേടിക്കണ്ട, നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞവനെ പേടിക്കണ്ട. നിന്നെ വിളിക്കുന്നത് അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്, നിന്നെ സൃഷ്ടിച്ചവനാണ്. ഇന്ന് രാത്രി യേശു വിളിച്ചാൽ നീ ഇനി ഒന്നിനെ പേടിക്കേണ്ട വരില്ല. ഇന്ന് രാത്രി നീ രോഗത്തെ പേടിക്കണ്ട, നീ മരണത്തെ പേടിക്കണ്ട, പിശാചിനെ പേടിക്കണ്ട, ആഭിചാരത്തെ പേടിക്കണ്ട. ധൈര്യപ്പെട്ടോ, ധൈര്യപ്പെട്ടോ. എന്താ കാരണം? യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്ക് നിങ്ങൾക്ക് കൈമാറാനുള്ള ദൂത് ഇതാണ്, ധൈര്യപ്പെട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും യേശു നിന്നെ വിളിക്കുന്നു. യേശു വിളിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞവർ, അവർക്ക് കിട്ടുന്ന ധൈര്യം വലുതാണ്, ധൈര്യം വലുതാണ്. മോശയെ ദൈവം വിളിച്ചു, ധൈര്യപ്പെട്ടു. സ്തോത്രം, അവനെ കൊന്നു കളയുമെന്ന് സ്തോത്രം എഴുതി ഒട്ടിച്ചിരിക്കുക മിസ്രയീമിൽ എല്ലാ സ്ഥലത്തും. ഫറവോൻ മോശയുടെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുക. അവിടേക്കാണ് ദൈവം വിളിക്കുന്നത്. ആഭിചാരകന്മാരുള്ള, ശകുനവാദികളുള്ള, മന്ത്രവാദികളുള്ള ആ പട്ടണത്തിലേക്കാണ്, ആ കൊട്ടാരത്തിലേക്കാണ് മോശയെ വിളിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു വിളിച്ചാൽ നീ ഒന്നിനും പേടിക്കണ്ട. ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. യേശു നിന്നെ വിളിക്കുന്നു. കർത്താവ് നമ്മെ വിളിച്ചാൽ, സ്തോത്രം, രോഗമോ കഷ്ടമോ പ്രയാസമോ കടഭാരമോ ബുദ്ധിമുട്ടോ എന്തു തന്നെയാകട്ടെ, എന്തു തന്നെയായാലും യേശു വിളിച്ചാൽ ധൈര്യപ്പെടുവീൻ, ധൈര്യപ്പെടുവീൻ. ഇന്ന് രാത്രി നീ സമാധാനപ്പെട്, ഇന്ന് രാത്രി നീ വേദനപ്പെടാതിരിക്ക്, ഇന്ന് രാത്രി നീ കരയാതിരിക്ക്, ഇന്ന് രാത്രി നീ സങ്കടപ്പെടാതിരിക്ക്. യേശു നിന്നെ വിളിക്കുന്നു. നിന്റെ സകല കെടുതികളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഇന്ന് രാത്രികാലം ഹല്ലേലൂയ മാറിപ്പോകും, മാറിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ മാറിപ്പോകും, മാറിപ്പോകും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്വർഗം പറഞ്ഞില്ല, ക്ഷണത്തിൽ സംഭവിക്കും. ദൈവത്തെ എവിടെയെങ്കിലും ഇരുത്ത്. സ്തോത്രം, ഞാൻ കേൾക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. എവിടെയെങ്കിലും സമാധാനത്തോടെ ഇരുത്ത്, കേൾക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. യേശു ഇന്ന് രാത്രികാലം വിളിക്കുന്നു. ക്ഷണത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ചിലരെ ധൈര്യപ്പെടുത്താനാ നമ്മളെ ഇന്ന് രാത്രി ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. കുറ്റം പറയാനല്ല, തള്ളിക്കളയാനല്ല. ജീവിക്കാൻ കൊതിക്കുന്ന കുറെ പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവരെ യേശു കണ്ടുവച്ചിട്ടുണ്ട്. അവരേത് പരുവത്തിലാണെങ്കിലും, അവര് വഴിയോരത്ത് ഇരിക്കുന്നവരോ വഴിയോരത്ത് കിടക്കുന്നവരോ വീട്ടിൽ പോകാത്തവരോ ലോകത്തിന്റെ മായച്ചന്തയിൽ കുരുങ്ങിപ്പോയവരോ ആരുമാകട്ടെ, അവരെ യേശു വിളിച്ചാൽ രൂപാന്തരപ്പെടുമെന്ന് ഇന്ന് രാത്രി എന്നോട് ദൈവം പറഞ്ഞു വിട്ടത് അതിവിടെ സംഭവിക്കും. ക്ഷണത്തിൽ സംഭവിക്കും. പാപമോചനം നടക്കട്ടെ. സുബോധത്തിന്റെ ആത്മാവ് ഇതിനകത്ത് വ്യാപരിക്കട്ടെ. അത്ഭുത മന്ത്രി, വീരനാം ദൈവം ഇവിടെയുണ്ട്. അതുകൊണ്ട് സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, സഹോദര, നീ ഒന്നിനും പേടിക്കണ്ട. നിന്റെ ജീവിതം നശിച്ചെന്ന് നീ ഓർക്കണ്ട. നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നൊരു തോന്നൽ നിനക്ക് വേണ്ട. നിന്നെ ദൈവം രൂപാന്തരപ്പെടുത്തും. ആർക്കും വേണ്ടാത്ത നിന്നെ, വഴിയോരത്ത് കൈനീട്ടി യാചകനായി നിൽക്കുന്ന നിന്നെ, ജീവിക്കാൻ കൊതിക്കുന്ന നിന്നെ, എല്ലാരും വെറുത്ത നിന്നെ, ആരും കൂട്ടത്തിൽ ചേർക്കാത്ത നിന്നെ ഇന്ന് രാത്രി നസ്രയനായ യേശു വിളിക്കുന്നു. സംഘാടകരല്ല, ഒരു സംഘടനക്കാരല്ല, പിന്നെ ആരാ? യേശു വിളിക്കുന്നു. നിനക്കൊരു ജന്മം തന്ന, നിനക്കൊരു ജീവിതം തന്ന, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് വിളിക്കുന്നു രൂപാന്തരപ്പെടുത്താൻ.
പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി ചിലത് സംഭവിക്കണമേ, സംഭവിക്കണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ദൈവമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ദൈവമേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവമക്കളെ. ഒരാത്മാവിന്റെ വിലയേറിയതാണ്. സ്വർഗത്തിലെ ദൈവം ചിലരെ രക്ഷിക്കും, ക്ഷണത്തിൽ ചില വിടുതലുകൾ നടക്കും. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് അടയാളങ്ങൾ ചെയ്യും. സ്വർഗം നിങ്ങളുടെ കയ്യിൽ ചിലരെ പിടിച്ചു തരും. ഈ ദേശം വിടുവിക്കപ്പെടും. എല്ലാ കൊല്ലവും യോഗം നടത്തുന്നത് പോലെ അല്ല, ഈ കൊല്ലം ദൈവത്തിന്റെ ആത്മാവ് ചിലരെ കണ്ടുവച്ചിട്ടാണ് നിന്നോട് നോട്ടീസ് അടിക്കാൻ പറഞ്ഞത്. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, എന്റെ യേശുവിന് ചിലരെ രൂപാന്തരപ്പെടുത്താനുണ്ട്, ചിലരെ ജീവിപ്പിക്കാനുണ്ട്. ആത്മഹത്യക്ക് ശ്രമിച്ചവരെ ഇന്ന് രാത്രി ദൈവം പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അവരെ ദൈവം നിന്റെ കൂടെ ജീവിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. കൃപയേ, 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 കൃപയേ. എൻ്റെ അപ്പച്ച, എൻ്റെ അപ്പച്ച, എൻ്റെ അപ്പച്ച, ഇന്ന് രാത്രി എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് അരിഞ്ഞ പുൽപ്പുറത്തേക്ക് പെയ്യുന്ന ചാറൽ മഴ പോലെ അസ്വസ്ഥമായ ഹൃദയത്തിലേക്ക്, ശാന്തിയില്ലാത്ത മനസ്സിലേക്ക്, പാപിയായ മനുഷ്യനിലേക്ക്, വരണ്ട നിലത്തേക്ക് മഴ പെയ്യുന്നത് പോലെ ഇന്ന് രാത്രി ഇവിടെ പെയ്തിറങ്ങട്ടെ അപ്പ. ദൈവം വിടുവിക്കട്ടെ, സാക്ഷികളെ എഴുന്നേൽപ്പിക്കട്ടെ, യേശുവിൻ്റെ രക്തത്താൽ വിടുതലുകൾ സംഭവിക്കട്ടെ. Jubana rekana sandal prabashas kaudemini adala chasamdeniya rikana saidibiri adala kadagaraga chasandal haudana bachasiya. Hallelujah, 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 hallelujah. ആ വാക്യം നിങ്ങൾ കേട്ടെ. ഹല്ലേലൂയ. ധൈര്യപ്പെടുക. ഇന്ന് രാത്രികാലം രണ്ടൂന്ന് കാര്യങ്ങൾ പറയാം. ഒന്ന്, ദീർഘകാലമായി ഇവൻ കരഞ്ഞോണ്ടിരുന്ന വിഷയം തീർന്നത് എവിടെയോ ധ്യാനത്തിന് പോയപ്പോഴല്ല, ഏതോ യോഗത്തിന്റെ ഇടയിൽ, സ്തോത്രം ഹല്ലേലൂയ, ആരോ തലേ കൈവച്ചപ്പോഴും അല്ല. അതൊക്കെ ഒരു സാധ്യത. ക്രിസ്തു വിളിക്കുമ്പോഴാ പ്രശ്നം തീരുന്നത്. ഇന്ന് രാത്രി ആ വിളിയാണ് ഈ മീഡിയയിലൂടെ, ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളെ തേടിയെത്തുന്നത്. യേശു വിളിക്കുന്നു. ആ വിളി ഞാൻ പിന്നെ വായിച്ചിട്ടില്ല ഈ ഭാഗത്തോ മറ്റൊരു ഭാഗത്തോ. പിന്നെ ആ മനുഷ്യൻ എന്തിനു വേണ്ടി അധികം കരഞ്ഞോ, ആ വിഷയത്തിന് വേണ്ടി പിന്നെ കരഞ്ഞോ എന്ന് എന്നെ ശ്രദ്ധിച്ചേ. ആ വിഷയത്തിന് വേണ്ടി പിന്നെ കരഞ്ഞോ എന്ന് ഞാൻ വായിച്ചിട്ടില്ല. അതിനർത്ഥം എന്താ? ദൈവവിളി ചില കണ്ണുനീര് അവസാനിപ്പിക്കും. ദൈവവിളി ചില അധികം കരയാൻ വിധിക്കപ്പെട്ട നിന്റെ വിധി തിരുത്തും. ഞാൻ ഇന്ന് രാത്രി പേടിപ്പിക്കാൻ പറയല്ല, തിരുത്തി സത്യം പറയുക. ഇന്ന് രാത്രി ഈ വിളി നീ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നീ അധികം കരയേണ്ടി വരും. വഴിയോരത്ത് നിന്ന് കരയേണ്ടി വരും, ജയിലിന്റെ വാതിൽക്ക് നിന്ന് കരയേണ്ടി വരും, ആശുപത്രിയുടെ മുമ്പിൽ നിന്ന് കരയേണ്ടി വരും. ഇന്ന് രാത്രി നീ കരയാതിരിക്കാൻ ദൈവത്തിന്റെ വിളി കേൾക്ക്. 25-ാം തീയതി രാത്രി വിളി കേട്ടാൽ നിന്റെ കരച്ചിൽ അധികമാകാൻ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിലവിളി നിൽക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി കഴിഞ്ഞ 10 വർഷമായി ജന്മം കിട്ടിയ നാള് മുതൽ ഇന്ന് വരെ നീ കരഞ്ഞു കാണും. എനിക്ക് കണ്ണില്ലല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നില്ലല്ലോ, എനിക്കൊരു ജീവിതം കിട്ടിയിട്ട് ഇങ്ങനെ ആയല്ലോ, ഞാൻ വിധവയായല്ലോ, എൻ്റെ യേശുവേ എന്നും എനിക്ക് കടമാണല്ലോ, എനിക്കൊരു ജോലിയില്ലല്ലോ. കുറെ നാളായി കരയുക. ഓർമ്മ വെച്ച കാലം മുതൽ കരയാൻ തുടങ്ങിയ ചില വിഷയത്തിന് ഈ വർഷത്തെ യോഗത്തിന്റെ 10-ാം രാത്രി തിരശീല വീഴുകയാണ്. എന്റെ സമയം അതിക്രമിക്കുന്നു ഞാൻ അറിയുന്നു. പക്ഷെ ദൈവത്തിന്റെ ദൂത് ഞാൻ പറയുന്നു, ഇന്ന് രാത്രി നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ സ്വർഗം പറയുന്നു, ചില വിഷയങ്ങൾ തീർക്കാനാ വിളിക്കുന്നത്, ചില പ്രശ്നങ്ങൾ തീർക്കാനാ വിളിക്കുന്നത്. ഇന്ന് രാത്രി പ്രശ്നങ്ങളോട് ഗുഡ് ബൈ പറയാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആ രോഗത്തോട്, ആ കണ്ണുനീരിനോട്, ആ ശാപത്തോട്, ആ വേദനയോട് ടാറ്റ പറഞ്ഞിട്ട് ജീവിക്കാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? അവരോട് സ്വർഗം പറയുന്നു, യേശു വിളിക്കുന്നതിനോട് പ്രതികരിക്കുക.
അടിയൻ ഇതാന്ന് പറ. അപ്പാ ഞാനിതാ, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ പാപിയാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എനിക്ക് യേശുവിനെ ഒന്നും നന്നായി അറിയില്ല, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, ഇതെന്താ നടക്കുന്നതെന്ന് ഇന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ ഹൃദയം തുറക്കുകയാണ്. യേശുവേ, എനിക്കൊരു ജീവിതം വേണോ, യേശുവേ എന്നോട് കരുണ കാണിക്കണോ എന്ന് രാത്രി പറഞ്ഞാൽ ഇനി നീ ആരോടും പറയേണ്ടി വരില്ല. ഇനി ഒരു മനുഷ്യന്റെ മുമ്പിൽ നയാ പൈസയ്ക്ക് വേണ്ടി കൈനീട്ടേണ്ടി വരില്ല. നിന്റെ യാചന തീരുകയാണ്, നിന്റെ സ്റ്റാറ്റസ് മാറുകയാണ്, നിന്റെ തൊഴിൽ മാറുകയാണ്. ഇന്ന് രാത്രി യേശു പറയുന്നു, എന്റെ വിളി നീ കേട്ടാൽ ഞാൻ നിന്നെ വിളിക്കുന്നു, ഞാൻ ആളെ വിട്ട് നിന്നെ വിളിപ്പിക്കുന്നു. എന്നോട് പ്രതികരിച്ചാൽ, എന്റെ വിളി കേട്ടാൽ നിന്നെ ഞാൻ മാറ്റിയെടുക്കാം, രൂപാന്തരപ്പെടുത്തിയെടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ കാര്യം കൂടി പറയാനേ ഇനി എൻ്റെ മുമ്പിൽ സമയം കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏറെക്കുറെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ വന്നതിൻ്റെയും ഈ ദൂതിൻ്റെ ഉള്ളടക്കം മനസ്സിലാകുന്നുണ്ടല്ലോ. ലളിതമായ കാര്യമാണ്. നിങ്ങൾ 1000 വട്ടം പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്ക് പ്രാർത്ഥനാ വിഷയം എഴുതി അയച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ തീരാത്ത വിഷയങ്ങൾ തീരാൻ സ്വർഗം നിങ്ങളുടെ നാട്ടിൽ വന്ന് പറയുകയാണ്, എൻ്റെ വിളിയേക്ക്, ഞാൻ നിന്നെ വിളിക്കുന്നു, നീ ധൈര്യപ്പെട്. നീ ആരെയാ പേടിക്കുന്നേ? നീ എന്തിനെയാ പേടിക്കുന്നേ? ധൈര്യപ്പെട്. കുനിഞ്ഞ് കുനിഞ്ഞ് ദൈവം വിളിക്കുമ്പോഴേക്കും നാണിച്ച് പുറകോട്ട് പോകാതെ എഴുന്നേക്ക്. ദൈവം നിന്നെ വിളിക്കുന്നു. ആ മനുഷ്യൻ യേശു വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ്റെ പുതപ്പിട്ടിട്ട് ഓടിച്ചെന്നു. ഓടി യേശുവിൻ്റെ അടുക്ക ചെന്നപ്പോൾ യേശു അവനോട് ചോദിച്ചത് ഇതാണ്. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. 51-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്. സ്തോത്രം. നിങ്ങൾ കേട്ടെ, ആരോടായി ചോദിക്കുന്നേ? ഇന്ന് വരെയും ഈ തെരുവോരത്ത് ഭിക്ഷ യാചിച്ചിരുന്ന, നിവർത്തിയില്ലാത്ത, ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു യാചകനോട് ആരാ ചോദിക്കുന്നേ? അഖിലാണ്ടം സൃഷ്ടിച്ച, ഈ കാണുന്ന പ്രപഞ്ചത്തെ ഒരു വാക്ക് കൊണ്ടുണ്ടാക്കിയ, തലയ്ക്ക് മീതെ നിവർന്നു നിൽക്കുന്ന ആകാശത്തെ കൊട പോലെ വിരിച്ച, ഈ ആകാശത്ത് വാരി വെതറിയിരിക്കുന്ന സൂര്യചന്ദ്ര നക്ഷത്ര ഗാലക്സികളെ, ക്ഷീരപഥ ഗാലക്സികളെ സൃഷ്ടിച്ച, ഈ കാണുന്ന സകലത്തിനും സ്തോത്രം ഹല്ലേലൂയ കടിഞ്ഞാണിട്ട് നിർത്തുന്ന, അല്ലെങ്കിൽ വാക്കുകൊണ്ട് നിയന്ത്രിച്ച് നിർത്തുന്ന, സമസ്ത കാര്യങ്ങളെയും സ്തോത്രം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കിയ, കാറ്റിനെയും കടലിനെയും സ്വന്തം വാക്കുകൊണ്ട് നിയന്ത്രിച്ച് നിർത്താൻ കഴിവുള്ള കർത്താവായി യേശു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നോ? അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടേ. സ്തോത്രം. യേശു ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ജീവിതം? ഞാനതിന്ന് ദൂത് പറയാം. ദൈവവിളി കേട്ടാൽ, ശ്രദ്ധിച്ച് കേൾക്ക്, ദൈവവിളി കേട്ടാൽ നീ അങ്ങോട്ട് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് യേശു ഇങ്ങോട്ട് ചോദിക്കും, ഞാൻ വല്ലതും ചെയ്തു തരണോ? സ്തോത്ര ഹല്ലേലൂയ. ഞാൻ സത്യം പറയുന്നു, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. ഈ ആത്മീകരുടെ ഇടയിൽ, പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലൊക്കെ 2 കൂട്ടം ആൾക്കാരുണ്ട്. ദൈവവിളി കേൾക്കാതെ എന്നും പ്രാർത്ഥിച്ച് കർത്താവേ തരണേ 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 എന്നും പറഞ്ഞ് കൈനീട്ടി നിൽക്കുന്നവർ. എന്നാൽ തിരിച്ച് ദൈവത്തിൻ്റെ വിളി കേട്ടവർ, ദൈവവിളി കേട്ടവരോട് ദൈവം ഇങ്ങോട്ട് ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏത് വേണമെന്ന് തീരുമാനിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. ഈ കവലയിൽ ഈ സന്ദേശം കേട്ടു നിൽക്കുന്ന നീ തീരുമാനിക്കണം, 1000 വട്ടം പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ദൈവമേ എനിക്ക് മറുപടി ഇല്ലല്ലോ എന്നുള്ള നിന്റെ ചോദ്യത്തിന് പച്ചയ്ക്ക് മറുപടി പറയുക. ഇന്നു മുതൽ നീ ചോദിക്കേണ്ടി വരില്ല. ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് നിന്റെ അവസ്ഥ അറിഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കും, ഞാൻ എന്ത് ചെയ്തു തരണം? അത് സംഭവിക്കണമെങ്കിൽ നിന്നിടത്തോളം തൂക്കത്തിലുള്ള സ്വർണം ദൈവത്തിന് കൊടുത്താൽ ദൈവം അത് ചോദിക്കുകയില്ല. സ്തോത്രം. മനസ്സിലായോ? നിന്നിടത്തോളം പൊക്കമുള്ള ഒരു വിളക്ക് ദൈവത്തിന് കൊടുത്താൽ ദൈവം അത് ചോദിക്കുകയില്ല.
സ്തോത്ര ഹല്ലേലൂയ. പിന്നെയോ നിന്റെ കൈ നിറച്ച് 2 കരം കൊണ്ടും വാരി കുത്തി നോട്ടുകെട്ടുകൾ കാണിക്കപാത്രത്തിലിട്ടാൽ ദൈവം അത് ചോദിക്കുകയില്ല. അങ്ങനൊരു വാക്ക് ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. സമ്പത്തിലോ പണത്തിലോ കൈക്കൂലിയിലോ കാണിക്കയിലോ വീഴുന്നൊരു ദൈവം അല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. മറിച്ച് നിന്നെ ദൈവത്തിന് കൊടുത്താൽ, അടിയൻ ഇതാ എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്റെ വിളി കേൾക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി നിന്റെ അടുക്കൽ വന്നിട്ട് യേശു ചോദിക്കും, ഞാൻ വല്ലതും ചെയ്യണോ? നീ ഒറ്റയ്ക്ക് കടം മേടിച്ച് തിരിച്ചും മറച്ചും നിന്റെ പ്രിയപ്പെട്ടവൻ രോഗിയായ അന്നു മുതൽ ജീവിക്കാൻ വേണ്ടി ഈ നാട്ടിൽ തത്രപ്പാട് ഒരുക്കിയിട്ട് നിന്റെ കൂടപ്പറപ്പുകളോ ആങ്ങളമാരോ വേണ്ടപ്പെട്ടവരോ ഞാൻ വല്ലതും ചെയ്യണോ എന്ന് ഇന്ന് വരെ ചോദിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ചോദിക്കാൻ ഒരാളിവിടെ വരികയാണ്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? നിന്റെ വീട്ടിലേക്ക് ചോദിക്കാൻ ഈ ചോദ്യമായിട്ട് ഒരാൾ വരികയാണ്. അത് പടിഞ്ഞാറൻ രാജ്യത്തു നിന്ന് വരുന്നൊരു സായിപ്പല്ല, എവിടെ നിന്നോ പ്രസംഗിക്കാൻ വരുന്നൊരു പ്രഭാഷകനുമല്ല. പിന്നെ ആരാണ്? നിന്നെ സൃഷ്ടിച്ച ദൈവം. അവൻ വിളിച്ചത് കേട്ടാൽ അവൻ ചോദിക്കും, ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരണോ? ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരണോ എന്ന് ചോദിച്ചാൽ സ്തോത്രം, ജീവിതം മാറും. ജീവിതം മാറും. ഒറ്റ കാര്യം കൂടി മാത്രം വായിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നോട് ദൈവം വീണ്ടും പറയുന്നു, ഈ പറയുന്ന കാര്യം ക്ഷണത്തിൽ നടക്കുമെന്ന്. ഇന്ന് രാത്രി നിന്റെ കണ്ണീര് തീരും. നിങ്ങൾക്കതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാമെങ്കിൽ എല്ലാ ദിവസവും കേൾക്കുന്നൊരു പ്രസംഗമായിട്ട് നിങ്ങൾ കണക്കാക്കാതെ, ഇന്ന് രാത്രി ഇന്ന വിഷയത്തിന് വേണ്ടി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനി ആ വിഷയത്തിന് വേണ്ടി കരയേണ്ടി വരികയല്ല എന്ന് ഇപ്പം അവിടെ ഇരുന്നോണ്ട് നിങ്ങൾ പറയണം. ചുമ്മാ കരയാന്ന് കാര്യമല്ല പറയുന്നത്. ഇങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ കുറച്ച് നാളായിട്ട് കരയായിരുന്നു, കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്, എൻ്റെ വീട്ടിലെ കാര്യമാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഇത് ക്ഷണത്തിൽ നടക്കുന്ന ദൂതായിരിക്കയാൽ ആ വിഷയത്തിന് വേണ്ടി ഇനി ഞാൻ കരയേണ്ടി വരില്ല, ഇനി ഞാൻ പേടിക്കത്തില്ല, ഇനി ഞാൻ നിലവിളിക്കത്തില്ല, അതിനു വേണ്ടി ഇനി പ്രാർത്ഥിക്കേണ്ടി പോലും വരികയല്ല. യേശു ഇങ്ങോട്ട് ചോദിച്ചോളൂ എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം അങ്ങനെ ഒന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇനി ആ വിഷയത്തിന് വേണ്ടി കരയേണ്ടി വരില്ല. നിങ്ങളത് വിശ്വസിക്കണം, നിങ്ങളത് പറയണം. ഒറ്റ വാക്യം ലേഖനത്തിൽ നിന്ന്, കൊരിന്ത ലേഖനത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചു. ഈ വിളിയുടെ, ഇതിപ്പോ യേശു സുവിശേഷത്തിൽ വിളിച്ചതാ, ആ വിളിയുടെ പ്രാഥമിക കാര്യമാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ വിളി കേട്ട് പുറത്തേക്ക് വരുമ്പോൾ ആ വിളി കേട്ടവന്റെ ഔദ്യോഗികമായിരിക്കുന്ന അധികാരം ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ആ വാക്യം ഒന്ന് എടുക്കുമ്പോഴേക്കും ഞാൻ പറയാം. 1 കൊരിന്തി 1-ാം അധ്യായം 26, 27, 28 വായിക്കേണ്ടത്. വായിക്കാൻ തയ്യാറാകുമ്പോഴത്തേക്ക് ഞാൻ ഈ കാര്യം പറയാം, എന്നിട്ട് വായിക്കാം. കേട്ടെ, നിങ്ങളെ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു, മത്സര പരീക്ഷയായിരുന്നു, ഒറ്റ വേക്കൻസി. സ്തോത്രം. ഈ പട്ടണത്തിലെ ഒരു അധികാരിയാകാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഉന്നത സ്ഥാനമാണെന്ന് വിചാരിച്ചു. പരീക്ഷ, ഉറക്കാളപ്പോ ഒക്കെ അതിന്റെ പുറകിലുണ്ട്. കോൾ ലെറ്റർ വന്നു, വിളി വന്നു, നിങ്ങളാണ് സെലക്ട് ആയിരിക്കുന്നത്, നിങ്ങൾക്ക് ഇത്രാം തീയതി വന്ന് ചാർജ് എടുക്കാം. ചാർജ് എടുക്കുന്നത് വരെയും, ആ വിളി കേൾക്കുന്നത് വരെയും, വിളി കേട്ട് അപ്പോയിൻമെന്റ് ഓർഡർ കയ്യിൽ കിട്ടുന്നവരെയും ഒരു സാധാരണക്കാരനാണ് അവൻ. വിളി കേട്ട് കസേരയിൽ ഇരുന്നാൽ ആൾ അധികാരിയായി. ഞാൻ പറഞ്ഞ ശരിയാണോ? സുവിശേഷങ്ങളിൽ യേശു പലരെ വിളിച്ചു. ഞാൻ പലരെ വിളിച്ച കാര്യം എഴുതി കൊടുത്തായിരുന്നു, പക്ഷേ നോ രക്ഷ, സമയം തീർന്നു. അതുകൊണ്ട് അത് മനഃപൂർവ്വമായിട്ട് ഞാൻ മാറ്റിവെക്കുന്നു. സ്തോത്രം. അത് ഈ രാത്രി വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വിളി കേട്ടാൽ അവൻ അധികാരിയായി. എന്തിന് വിളിച്ചു എന്നത് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നത് ഇങ്ങനെയാണ്. വായിച്ചു കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 1:26, 27, 28 വായിച്ചാട്ടെ. സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. എന്താ പറഞ്ഞേ? നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. സഹോദരന്മാരെ നിങ്ങളുടെ സഭയെ നോക്കുവിന്നോ, നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രം നോക്കുവിന്നോ, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വേദപുസ്തകം നോക്കുവിന്നോ, നിങ്ങൾ ആയിരിക്കുന്ന പാട്ടുപുസ്തകം നോക്കുവിന്നോ ഒന്നും അല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. കണ്ടോ? സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. എന്താണ് അതിന്റെ പ്രത്യേകത? ലോകാഭിപ്രായ പ്രകാരം അടുത്തത് ജ്ഞാനികൾ ഏറെയില്ല. വായിച്ചു. ബലവാന്മാർ ഏറെയില്ല. അടുത്തത്
കുലീനന്മാരും ഏറെയില്ല. അതൊക്കെ വിട്ടാരെ. പിന്നെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ. നോക്കണം, എന്തിനാണ് വിളിച്ചതെന്ന് പറയുകയാണ് പൗലോസ് അവിടെ. എന്തിനാ വിളിച്ചത്? ഒന്ന്, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ. ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. പിന്നെ ബലമുള്ളതിനെ ലജ്ജിപ്പാൻ. ആ വാക്ക് കേട്ടോണം, ബലം ഉള്ളതിനെ ലജ്ജിപ്പിപ്പാൻ. ദൈവം ലോകത്തിൽ ബലഹീനമായത് ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. അടുത്തത്, ഉള്ളതിനെ ഇല്ലായ്മയാക്കാൻ. ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. മതി. 3 കാര്യങ്ങൾ വിളിയുടെ പുറകിലുണ്ട്. ഇന്ന് രാത്രി ഈ റോട്ടിൽ വെച്ചോ ഈ പന്തലിന് കീഴെ വെച്ചോ യേശു എന്നെ വിളിച്ചു എന്ന് ഉറപ്പിച്ചു മടങ്ങിപ്പോയാൽ നിങ്ങൾക്ക് 3 പ്രധാനപ്പെട്ട അധികാരത്തിലേക്ക് ദൈവം നയിക്കും. ഒന്ന്, നിങ്ങളുടെ കണ്ണിന് കാഴ്ച കിട്ടാനാണ് യേശു വിളിച്ചത്. ആ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ കടം കൊണ്ട് പൊറുതിമുട്ടി രോഗം കൊണ്ട് നിവൃത്തിയില്ലാതെ കൂടെ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് ഡോക്ടർ എഴുതിയപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിന് നടുവിൽ രക്ഷപ്പെടാനാണ് നിങ്ങളെ വിളിച്ചത്. പക്ഷെ ആ വിളിക്ക് പുറകിൽ ഒരു അധികാരമുണ്ട്. എന്താണ് അധികാരം? നിന്നെ വിളിച്ചത് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനാണ്. അതവിടെ നിൽക്കട്ടെ. അടുത്ത രണ്ട് പദങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്? ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ. ആ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ബലം ഉള്ളതിനെ, ബലമുള്ളവരെ എന്നല്ല, ബലം ഉള്ളതിനെ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ എഴുത്തുകാരനായിരിക്കുന്ന പൗലോസ് എന്തിനെയാണ് ഉദ്ദേശിച്ചത്? ബഹുവചനം അല്ല കൊടുത്തിരിക്കുന്നത്, ബലം ഉള്ളതിനെ. ഇവിടെ പറയുന്ന ബലമുള്ളത് പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചത്. വേദപുസ്തകത്തിൽ മുഴുവൻ പറയുന്നു. പണ്ട് ദാവീദ് പറഞ്ഞത് ഓർക്കുന്നോ? എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു. എവിടെന്ന്? ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരു ബലമുള്ള അധികാരിയുണ്ട്. ലൂക്കോസ് 11 യേശു പറയുന്നുണ്ട്, സ്തോത്രം, ബലവാൻ തൻ്റെ ആയുധം ധരിച്ചുകൊണ്ട് തൻ്റെ അരമന കാക്കുമ്പോൾ അവനേക്കാൾ ബലവാനായവൻ വന്നു. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? യേശു പറഞ്ഞു, ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുന്നു. അത് സാത്താനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവനേക്കാൾ ബലവാൻ വന്നു. അതാരാ? യേശു ക്രിസ്തുവാണ്. അപ്പൊ ബലമുള്ളത് എന്താ? പൈശാചിക ശക്തികളാ. ആഭിചാരമോ ക്ഷുദ്രമോ ഇതിനൊക്കെ ബലമുണ്ട്. സ്തോത്രം. ഒരു കുടുംബം മുടിയാൻ അത് മതി. ഇതൊക്കെ ഉള്ള കാര്യമാണ്. ബൈബിൾ പറയുന്നു ഇതൊക്കെ ശരിയാണ്. പക്ഷേ നീ യേശുക്രിസ്തുവിന്റെ വിളി കേട്ടാൽ ഈ ബലമുള്ളത് ലജ്ജിക്കും. അതിനർത്ഥം ഇനി നിനക്കത് ഫലിക്കയില്ല. നിന്റെ കുടുംബത്തെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അന്ധകാര ശക്തി, പൈശാചിക ശക്തി, ദുരാത്മശക്തി, ദുർഭൂത ശക്തി, ഇരുട്ടിന്റെ വ്യാപാരം, അത് ലജ്ജിക്കണമെങ്കിൽ നീ ദൈവപുത്രന്റെ വിളി കേൾക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ വിളി കേട്ടാൽ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്നെ ഒതുക്കാൻ, നിന്നെ തകർക്കാൻ പണ്ട് ബിലയാമിനെ ബാലാക്ക് കൂട്ടുവിളിച്ച് ഇസ്രായേൽ മക്കൾ മോവാബ് മരുഭൂമിയിൽ കടന്നപ്പോൾ അവനെതിരെ ആഭിചാര ക്രിയകളുമായി വന്ന ബിലയാമിനെ ഓർക്കുന്നുണ്ടോ? എന്താ പറ്റി? ദൈവവിളി കേട്ട് മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച പാവപ്പെട്ട ദൈവമക്കളുടെ ഇടയിൽ ബിലയാമിന്റെ കൂടോത്രം ഇറങ്ങത്തില്ല. അവൻ ലജ്ജിച്ച് മടങ്ങിപ്പോയി. ഇന്ന് രാത്രി ബലമുള്ളതിനെ ലജ്ജിപ്പിക്കണോ? നീ യേശുവിന്റെ വിളി കേൾക്ക്. വിശ്വസിച്ച് സ്വത്രം ചെയ്യ. ഞാൻ ദൂത് നിർത്താൻ പോവുക ഇന്ന് രാത്രികാലം. കർത്താവേ, ഇനി അതും പറഞ്ഞുകൊണ്ട് നടക്കരുത്. അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അതുകൊണ്ട് എൻ്റെ കൊച്ചന്റെ കല്യാണം മുടങ്ങി, എനിക്ക് ചൊറി വന്നു, പറഞ്ഞോണ്ട് നടക്കരുത്. നിനക്ക് നാണക്കേടാ, സഭയ്ക്ക് നാണക്കേടാ, യേശുവിന് നാണക്കേടാ. അതിനെ ലജ്ജിപ്പിക്കാനാ നിന്നെ വിളിച്ചത്. നീ വിളി കേട്ടാൽ അവൻ ലജ്ജിക്കും, നീ മാനിക്കപ്പെടും. പിന്നെ രാത്രി യേശു വിളിക്കുന്നു. അവന്റെ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. നിന്റെ തലയ്ക്ക് മീതെ കാർമേഘം പോലെ വേദനകൾ വന്നാലും,
സ്തോത്ര ഹല്ലേലൂയ. അവൻ നിന്നെ വിളിക്കുന്നുണ്ട്. ആ വിളി കേട്ടവർ ഇന്ന് രാത്രി മുതൽ രോഗങ്ങൾ ലജ്ജിക്കൂ. സ്തോത്രം. നാണം കെട്ടു പോകും. നിന്റെ ക്യാൻസർ നിന്നെ കൊല്ലത്തില്ല. നിന്റെ കിഡ്നി ട്രബിൾ ആണെന്ന് ഡോക്ടർ വിധിച്ചിരിക്കുന്നു. യേശുവിന്റെ വിളി കേട്ടാൽ ഇന്ന് രാത്രി ഗംഭീര സൗഖ്യം വരും. ആന്തരിക ഭാഗ്യ രോഗസൗഖ്യങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. മാനസിക രോഗം വന്ന് മരുന്ന് കഴിച്ച് ആളുകളുടെ മുമ്പിൽ നീയും കുടുംബവും നാണിക്കാൻ ലജ്ജിക്കപ്പെടാൻ വിധിച്ച വിധി ഇന്ന് രാത്രി യേശു തന്റെ ചങ്കിലെ ചോര കൊണ്ട് മായ്ക്കുക. യേശുവിന്റെ വിളി കേട്ടാൽ അവര് മാനിക്കപ്പെടും. ഒതുക്കാൻ നോക്കിയവർ ലജ്ജിക്കും. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ തീർന്നില്ല. അടുത്ത പദം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ശക്തമായി പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ ഒരുങ്ങിക്കോളണം. ഇന്ന് രാത്രി ചിലരെ ദൈവം വിളിക്കുന്നുണ്ട്. അടുത്ത പദം ഇതാണ്, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യാൻ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? ഇല്ലായ്മയാക്കുവാൻ. ഉള്ളതിനെ ഇല്ലായ്മയാക്കാൻ ദൈവം ചിലരെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചുമ്മാ ബൈബിൾ വായിച്ചാൽ പോരല്ലോ. വായിക്കുമ്പോൾ അത് എന്താണെന്ന് അറിയണ്ടേ? ഉള്ളതിനെ ഇല്ലാതെ ആക്കാന്ന് പറഞ്ഞ തോന്നലുകളല്ല, ചില കാര്യങ്ങൾ ഉള്ളതാ. അല്ല, ഞങ്ങളിവിടെ പ്രസംഗിക്കാൻ വരും ചുമ്മാ ഊഹാപോഹം പറഞ്ഞുകൊണ്ടല്ല. ചില ആളുകൾ പറയുന്നു, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ നേരത്ത് പറയുന്നു, പാസ്റ്റർ കണ്ണുകൊണ്ട് കാണുന്നില്ല, പക്ഷെ വ്യക്തമാണ്. ഞങ്ങളെ ശക്തമായി കഴുത്തിന് പിടിച്ച് ഞെക്കുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. തോന്നലല്ല, ഉള്ളതാ. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു സ്തോത്രം, ഒരു അപാരമായിരിക്കുന്ന ആത്മലോകം നമ്മുടെ ചുറ്റുമുണ്ട്. തീയമ്പുകൾ പോലെ നമ്മുടെ നേരെ തറയ്ക്കുന്ന ചില വിഷയങ്ങളുണ്ട്. തോന്നലല്ല, ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി യേശു പറയുന്നു, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഉള്ള ചിലതിനെ, ചുമ്മാ ഇല്ലാത്തതിനെ അല്ല, ആളുകളെ കൈയടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കുകയല്ല. നീ ഉയരാതിരിക്കാൻ നിന്റെ ജീവിതത്തിന്റെ പുറകിൽ എന്തോ ഉണ്ട്. അത് നീ ലാബറട്ടറി പോയി ടെസ്റ്റ് ചെയ്ത കിട്ടിയല്ല, സ്കാൻ ചെയ്ത കിട്ടിയല്ല, MRI സ്കാൻ എടുത്ത കിട്ടിയല്ല, രക്തം പരിശോധിച്ച കിട്ടിയല്ല, അത് നീ ആരെ കൊണ്ട് നോക്കിച്ചാലും കിട്ടിയല്ല. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നിന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത, നിന്റെ കുടുംബത്തിന് സമാധാനം തരാത്ത എന്തോ സംഭവം ഉണ്ട് ബ്രദറെ. അത് എന്താന്ന് പറയാൻ ഈ രാത്രി ഞങ്ങളെ കൊണ്ടാവുന്നില്ല. ഇത് ആത്മീകമാണ് വിഷയം. അനുഭവിക്കുന്നവർ പറയുന്നു, എന്തോ ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ നിർത്താൻ പോകുന്ന സമയത്ത് പറയുന്നു, ഇനി എന്തോ ചെയ്യും. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ പ്രസംഗിച്ച് ഉറക്കം കിടത്തി എന്ന് പറയരുത്. എന്നാൽ തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞ് ഉറങ്ങാതെ കിടക്കരുത്. അതിന്റെ മറുപടിയാണ് ഞാൻ പറയും. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാൻ വന്നവനല്ല ഞാൻ. ഇങ്ങനെ ഉണ്ട്, പക്ഷെ അതിനെ ഇല്ലാതാക്കാൻ ഞാൻ ഇന്ന് രാത്രി ഒരു കുപ്പി വെള്ളം പ്രാർത്ഥിച്ച് തന്നു വിട്ടാലോ, ഒരു ചാക്കുപ്പ് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് തന്നു വിട്ടാലോ, 5 കിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് തന്നു വിട്ടാലോ, ഇത് തീരെയല്ല. വെറുതെ കാശ് മുടക്കാന്നുള്ളൂ. ഞാൻ സത്യം പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ഇതൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡ്, ടൈഗർ ബാം പറ്റും പോലെ ഉള്ളൂ. ബ്രെയിൻ ട്യൂമർ വന്നിട്ട് ടൈഗർ ബാം പറ്റിയാൽ അന്നേരത്തേക്ക് ഇച്ചിരി ശമനം, അത്രയേ ഉള്ളൂ. ഇന്നും ആരെങ്കിലും ഓടി വരുവാണെങ്കിൽ വെള്ളം പ്രാർത്ഥിച്ചു തരാം, പക്ഷെ വിഷയം പരിഹരിക്കപ്പെടുകയല്ല. പ്രശ്നം തീരണമെങ്കിൽ യേശു നിന്നെ വിളിക്കുന്നു. യേശുവിന്റെ വിളി കേട്ടാൽ ഇന്ന് രാത്രി ഡോക്ടർ നോക്കിയിട്ട് രോഗമില്ല, പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്, ആ വിഷയം ഇന്ന് രാത്രി ഇല്ലാതാകും. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്, ഡോക്ടർക്ക് വെളിപ്പെടാത്തത്, ഇവിടുത്തെ നിയമപാലകന്മാർക്ക് മനസ്സിലാകാത്തത്, പ്രാർത്ഥിച്ചവർക്ക് വെളിപ്പെടാത്തത്, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആര് സ്വർഗീയ വിളി കേൾക്കുന്നു അവർക്കത് ഇന്ന് രാത്രി അവരത് ഇല്ലാതാക്കും. അതുകൊണ്ട് ഈ രാത്രിയിലെ ഈ വിളിക്കകത്ത് ഒരുപാട് പ്രശ്നപരിഹാരമുണ്ട്. സാധാരണ കേട്ടിട്ടുള്ളൊരു വാക്കാണ് ദൈവവിളി, പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എന്നെ തന്നെ ഒന്നോടെ അനാലൈസ് ചെയ്യുന്നു. എന്നോടുള്ള ദൈവവിളി
ഞാൻ ഈ രാത്രി സ്വീകരിക്കുന്നു. ചില വിഷയങ്ങൾ തീരണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ബലമുള്ളതിനെ ലജ്ജിപ്പിക്കണം. എന്നെ അങ്ങ് കളിയാക്കി ഒതുക്കി അപമാനിച്ച് എന്നെ കൊണ്ടൊരക്ഷരം മിണ്ടിക്ക് പോലും ഇല്ലാതെ ഞാൻ ആകെപ്പാടെ തളർന്നിരിക്കുക. ഞാനൊരു മനുഷ്യനെ അല്ല ഉദ്ദേശിക്കുന്നത്, അവരെ പുറകിൽ ഉപയോഗിക്കുന്ന പിശാചിനെയാണ്. എനിക്ക് രക്ഷപ്പെടണം. ചില വിഷയങ്ങളുണ്ട്. പാസ്റ്റർ പറഞ്ഞ സത്യമാണ്. ഇവരാരും പറഞ്ഞ, എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ അങ്ങനെ വിശ്വസിക്കില്ല, എൻ്റെ പിള്ളേർ പറഞ്ഞ, പക്ഷെ എനിക്കറിയാം ഞങ്ങൾ ഉയരാതിരിക്കാൻ ചില കാര്യങ്ങളുണ്ട്. ആ ഉള്ളത് ഇന്ന് രാത്രി, ഈ ബുധനാഴ്ച രാത്രി അത് ഇല്ലാതാകും. ക്ഷണത്തിൽ ആ സംഭവം തീരും. ഇന്ന് രാത്രി തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ആ പ്രശ്നം അവിടെ ഉണ്ടാകില്ല. അതിൻ്റെ ഇരിപ്പിടം ദൈവം തെറിപ്പിക്കും. അതിനിവിടെ വെച്ച് തീരുമാനിക്കണം. അടിയനിതാ, എന്നെ വിളിച്ച വിളി ഞാൻ തിരിച്ചറിയുന്നു. എവിടെയെങ്കിലും കരിയിലടി അടിയിപ്പോയി ഒളിച്ചിരിക്കാനല്ല. നീ എന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ എഴുന്നേക്കാം, ഞാൻ ധൈര്യപ്പെടാം. എനിക്കിനി യേശു മതി. ചില വിഷയങ്ങൾ തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആ കരമുയർത്തിയവരെല്ലാവരും 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്നാട്ടെ. കരമുയർത്തിയവരെല്ലാവരും 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്നാട്ടെ. എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ആരും ഈ ഗ്രൗണ്ട് വിട്ട് പുറത്തേക്ക് പോകരുത്. എന്തുകൊണ്ടെന്നാൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയുടെ സമയമാണ്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഈ യോഗം പ്രാർത്ഥിച്ചാരംഭിച്ചു. പിന്നീട് കർത്തൃദാസന്മാർ പലരും പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഈ പ്രാർത്ഥന ഈ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ നിങ്ങൾ എത്ര തിരക്കാണെങ്കിലും അവഗണിച്ച് പുറത്തേക്ക് പോകുന്നത് ദൈവം ശ്രദ്ധിക്കും. അതുകൊണ്ട് 2 മിനിറ്റോടെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ പറ, കർത്താവേ, ഞാനൊരു യാചകനല്ല, ഞാൻ കുരുടനുമല്ല. വേദപുസ്തകം വായിച്ചും ദൈവത്തെ വിളിച്ചും ഭക്തിയോടെ ജീവിക്കാൻ കൊതിക്കുന്ന ഒരു ജീവിതമാണ് എൻ്റേത്. ആരുടെ കയ്യിലെ 10 രൂപയും പറ്റിച്ചെനിക്കെടുക്കണമെന്ന് ആഗ്രഹമില്ല. അടുത്ത വീട്ടുകാരൻ്റെ 1 തരി മണ്ണ് പോലും എനിക്ക് വേണ്ട. പക്ഷെ എനിക്കൊന്നു മതി, എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം. എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം. എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലപ്പാ, എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ തലയിൽ ഒരു അഭിഷേകമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കർത്തൃദാസന്മാരോടോ പ്രവചിച്ചു പറയുന്നു. 18-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം ദൈവം എന്നെ ഓർപ്പിക്കുന്നു. സമയം കുതിച്ചു പായുമ്പോഴും 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് മരണപാശങ്ങൾ ചുറ്റി അഗാധ പ്രവാഹങ്ങൾ പിടിക്കപ്പെട്ട് കിടക്കുക. ആ മനുഷ്യൻ കിടന്ന് കരയുക. എൻ്റെ തലയിൽ അഭിഷേകമുണ്ട്, എൻ്റെ മുമ്പിൽ സിംഹാസനമുണ്ട്, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. പക്ഷെ എന്നെ എഴുന്നേറ്റ് നിൽക്കാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ അഭിഷേകത്തിന്റെ ശക്തി എനിക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല. എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണം, എന്നെ ഒന്ന് അഭിഷേകത്തിന്റെ ശക്തിയിൽ നിർത്തണം. എൻ്റെ ദേശത്ത്, എൻ്റെ വീട്ടിൽ എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കണം. അതിനെന്തു ചെയ്യണമെന്നറിയാതെ അലഞ്ഞ് നിൽക്കുമ്പോഴാ പലരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. പലരെന്റെ തലയെ കൈവച്ച് ദൂത് പറഞ്ഞു. ഇന്ന് രാത്രി കേട്ട ദൂതിനെ ഞാൻ വിശ്വസിക്കുന്നു. അത് ക്ഷണത്തിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സംഭവിച്ചാൽ എന്റെ ഇരിപ്പിനി വഴിയോരത്തായിരിക്കില്ല. എന്റെ ഇരിപ്പിനി മുമ്പിൽ ഒരു തോർത്ത് വിരിച്ചുകൊണ്ടായിരിക്കില്ല. എന്റെ ഇരിപ്പിനി കരം നീട്ടി കരുണയോടെ കണ്ണുനീരോടായിരിക്കില്ല. എന്റെ ഇരിപ്പ് ഒരു അധികാരിയെ പോലെ ആയിരിക്കും. കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവം എന്നെ നിയമിക്കുകയാണ്. വിശ്വസിക്കുന്ന കർത്തൃദാസിമാരും ദൈവദാസന്മാരും ദൈവദാസന്മാരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ഒക്കെ പ്രാർത്ഥിച്ചു നിന്നോ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു ശുശ്രൂഷ ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ചിലതിനെ അഴിച്ചു മാറ്റാൻ ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉള്ളതിനെ ഇല്ലാതാക്കാൻ യേശു പറയുന്നു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ. ക്യാൻസറിനെ, ട്യൂമറിനെ, ആഭിചാര ശക്തികളെ, അന്ധകാര വ്യാപാരങ്ങളെ, ഇവയൊക്കെ ബലമുള്ളതാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. ഇതൊക്കെ ഉള്ളതാണ്, ഊഹമല്ല, ഉള്ളതാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങളെ ദൈവം വിളിച്ചത് പിശാചിനെ കണ്ട് പേടിച്ചോടാനല്ല. ഞങ്ങളെ ദൈവം വിളിച്ചത് ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പറയാനല്ല. ഞങ്ങളെ ദൈവം വിളിച്ചത് ഉള്ളതിനെ ഇല്ലാതാക്കാനാണ്.
കൃപ 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 കൃപ. ശുശ്രൂഷ ജ്വലിക്കട്ടെ, അധികാരം ജ്വലിക്കട്ടെ. കരമടിച്ച് പ്രാർത്ഥിക്കുന്ന കൂടെ ദൈവത്തിന്റെ എണ്ണ നിന്റെ തലയിൽ വീഴട്ടെ. സ്വർഗം നിന്റെ കയ്യിൽ മോശയ്ക്ക് കൊടുത്തതുപോലെ ഒരു വടി നിനക്ക് തരട്ടെ. ഉടരവാന ഹന്തർ അച്ചൂര ഹന്തരക്ഷസി. യേശുവിന്റെ നാമത്തിൽ ആ വടിയുമായി ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോം വിട്ട് പോകണമെന്ന് ആരോടോ ദൈവം പറയുന്നു. നിന്റെ മുമ്പിൽ ചിലത് ലജ്ജിക്കണം. ചെങ്കടൽ ലജ്ജിക്കണം, തീക്കൽ പാറ ലജ്ജിക്കണം.